പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗം നിന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം, അതിൻ്റെ 1-ാം വാക്യം. ഓക്കെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കൊരിന്ത്യർ ലേഖനത്തിൻ്റെ പ്രത്യേകത, ഈ കൊരിന്ത്യർ ലേഖനം എഴുതുന്നത് ഏറ്റവും ഒരു ശൈശവാവസ്ഥയിലുള്ള ചർച്ചിന് വേണ്ടിയാണ് എഴുതുന്നത്. അപ്പോൾ വളരെ ലളിതമായ കാര്യങ്ങൾ, നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കാതെ തന്നെ അറിയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, വിഗ്രഹത്തിന് മുമ്പ് വണങ്ങരുത്, ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് പറയാതെ തന്നെ അറിയാം. പിന്നെ മൂടുപടം വെട്ടുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അത് സാധാരണ കാര്യം. കേസ് കൊടുക്കുന്ന, വിശ്വാസികൾ തമ്മിൽ കേസ് കൊടുക്കുന്ന കാര്യം, ഭാര്യ ഭർത്താവിനെതിരെ, ഭർത്താവ് ഭാര്യക്കെതിരെയൊക്കെ എത്രമാത്രം കേസുകൾ കൊടുക്കുന്നറിയുമ്പോൾ 100 ഡൈവോഴ്സ് കേസുകളൊന്നും 65 കേസുകളും സ്ത്രീകളാണ് കൊടുക്കുന്നത്. ഇന്ന് പണ്ടുകാലത്ത് പുരുഷന്മാരാണ് വിട്ടിട്ട് പോകുന്നത്, ഇന്ന് സ്ത്രീകളാണ് മടുക്കുന്നത്. അവർ പെട്ടെന്ന് മടുത്ത് മതി കല്യാണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന 65% സ്ത്രീകളാണ് ഇന്ന് ഡൈവോഴ്സിന് കാരണം. എന്ന് പറഞ്ഞാൽ ഡൈവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്യുന്നത്, കേസ് കൊടുക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വളരെ ലളിതമായ കാര്യങ്ങൾ. അതായത് ഒരു സഭയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എങ്കിൽ പോലും പരിജ്ഞാനത്തിലോട്ട് വളരാൻ പറ്റാത്തതുകൊണ്ട് കൊരിന്ത്യർ സഭയ്ക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സഭ എങ്ങനെയാണ് കർത്താവ് പണിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ 12, 13, 14 അധ്യായങ്ങളിൽ കൃപാവരങ്ങളെക്കുറിച്ചും സഭയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുമുള്ള ഒരു പഠനമാണ് പൗലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നുറുക്കുന്ന, നമ്മൾ 11-ാം വാക്യത്തിൽ അപ്പം നുറുക്കുന്നതിനെ കുറിച്ച് കണ്ടത്. അവിടെ പറഞ്ഞത് എന്താണ്? നാം പലരാകുന്ന അപ്പം ഒന്നാകൊണ്ട് പലരാകുന്ന ഒരു ശരീരം എന്നുള്ള ഒരു റെവലേഷൻ ആണ് കൊരിന്ത്യർ ലേഖനത്തിൽ സഭയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ മണവാട്ടി സഭയെ കാണുന്നുണ്ട്. എഫേസ്യരുടെ ലേഖനത്തിൽ മണവാട്ടി സഭയെ കാണാം. തൻ്റെ ബ്രൈഡിന് വേണ്ടി, വധുവിന് വേണ്ടി മരിക്കുന്ന കർത്താവിനെ കാണാം. എന്നാൽ കൊരിന്ത്യർ സഭയിൽ കർത്താവ് സഭയെ പരിചയപ്പെടുത്തുന്നത് അവൻ്റെ ശരീരമായിട്ടാണ്. ക്രിസ്തു ശിരസായ ഒരു ശരീരം ആണ് സഭ. എല്ലാ സഭയ്ക്കും കർത്താവ് എന്നൊരു തലയും ആ തലയ്ക്ക് കീഴിൽ അസംബിളാകുന്ന അവയവങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇന്നലെ ഞാനിവിടെ പറഞ്ഞ വാക്യമാണ് 3-ാമത്തെ വാക്യം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആരും യേശു ശപിക്കപ്പെട്ടെന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കൺഫസ് ചെയ്യുന്ന സ്പിരിറ്റാണ് ശരിക്കും ദൈവാത്മാവ്. അപ്പോൾ ദൈവാത്മാവ് ഒരാൾക്കുണ്ടെങ്കിൽ ദൈവാത്മാവ് എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ കൺഫസ് ചെയ്യണം. പ്രവചിക്കാൻ നമ്മൾ നടുക്കോട്ട് ഇറങ്ങി വന്നാലും, അന്യഭാഷ പറഞ്ഞാലും, ഏത് കൃപാവരങ്ങൾ ഉപയോഗിച്ചാലും ലോകത്തിന്റെ മനോഹരത്വം എന്ന് പറഞ്ഞ് കൺഫസ് ചെയ്യരുത്. അമേരിക്ക നല്ല രാജ്യമെന്ന് തോന്നരുത് ആ പ്രവചനം കേട്ട് കഴിയുമ്പോൾ. അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടുന്നതാണ് വലിയ കാര്യം എന്ന് തോന്നരുത്. വലിയ ബിസിനസ് നന്നാകുന്നതാണ് വലിയ കാര്യം തോന്നരുത്. ക്രിസ്തു ആണ് വലുതെന്ന് തോന്നണം. അതാണ് ക്രിസ്തുവിനെ കൺഫസ് ചെയ്യുന്ന ആത്മാവ് പ്രവചിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായി? ഇന്ന് പലപ്പോഴും പ്രവചനങ്ങളെല്ലാം ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതൽ, നിങ്ങൾക്ക് ആശ്വാസം, നിങ്ങൾക്ക് ജോലി, നിങ്ങൾക്ക് കുടുംബത്തിൽ സമാധാനം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം, നിങ്ങൾക്ക് നല്ല വിദേശ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ, ഇങ്ങനെയുള്ള വലിയ വലിയ ലോകമോഹങ്ങളിലേക്കാണ് ഇന്ന് പ്രവചനങ്ങൾ നയിക്കുന്നത്. ക്രിസ്തുവിനെ അല്ല കൺഫസ് ചെയ്യുന്നത്, ലോകത്തെയാണ്. ലോകത്തിന്റെ സ്പിരിറ്റാണ് ഇന്ന് സഭയിൽ ഏറ്റവും കൂടുതൽ വ്യാപരിച്ചിരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ കൃപാവരങ്ങളിൽ പലതും ലോകത്തെ ആണ് ഉയർത്തി കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം അത് പ്രത്യേകിച്ച് ഈ പ്രവചനങ്ങളിൽ നമ്മൾ ഇന്ന് കൂടുതൽ അങ്ങനെയുള്ളതാണ് കാണുന്നത്. എന്നാൽ നമ്മൾ ഈ കൃപാവരങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സഭയിൽ എല്ലാ കൃപാവരങ്ങളും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തില് നമ്മൾ കൃപാവരങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. എഫേസ്യർ 4 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ സഭയിലുള്ള ഐക്യത്തിന്റെ കാരണങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, പ്രത്യാശ ഒന്ന് തന്നെയാണ്. ഏക പ്രത്യാശയ്ക്കായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്താ നിങ്ങളുടെ പ്രത്യാശ? കർത്താവ് വരുമ്പോൾ നമ്മൾ തേജസ്സോടെ അവരോട് ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് എല്ലാവരുടെയും പ്രത്യാശ. ഓക്കെ, അടുത്തത് ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്,
അപ്പൊ ഇതെല്ലാം നമ്മുടെ യൂണിറ്റിയാണ്. നമുക്കെല്ലാം ഒരേ വിശ്വാസമാണ്, ഒരേ ആത്മാവാണ്, ഒരേ കർത്താവാണ്, ഒരേ വിശ്വാസമാണ്, ഒരേ സ്നാനമാണ്, ഒരേ പിതാവാണ്, ഒരേ കർത്താവാണ്. ഈ കാര്യത്തിലൊന്നും നമുക്കൊരു മാറ്റമില്ല. അപ്പൊ ഒരേ പിതാവാണെങ്കിൽ നമ്മളെല്ലാം ഒരേപോലെ മക്കളാണ്. അപ്പൊ മക്കളുടെ നിലവാരത്തിനും മാറ്റമൊന്നുമില്ല. എല്ലാ മക്കളും പിതാവിനും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ദൈവത്തിന് മുമ്പിലുള്ള നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് തന്നെയാണ്. പാസ്റ്റർക്ക് പ്രത്യേക സ്റ്റാറ്റസ് ഇല്ല. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കൾ ഒരുപോലെ മക്കളാണ്. പിന്നെ എവിടെയാണ് വ്യത്യാസം? അടുത്ത വാക്യത്തിലാണ് വ്യത്യാസം. എന്നാൽ നമ്മൾ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന കൃപാദാനങ്ങളിലാണ് വ്യത്യാസമുള്ളത്. അപ്പൊ നമുക്ക് ഈ കൃപാദാനങ്ങൾ നൽകുവാൻ കർത്താവ് ഒത്തിരി കഷ്ടപ്പെട്ടു എന്നാണ് ഈ അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്. അതായത് നമുക്ക് എങ്ങനെയാണ് ഈ കൃപാദാനങ്ങളെ നൽകിയത്? അവിടെ പറയുന്നത് അതുകൊണ്ട് ഏതുകൊണ്ട് ഓരോരുത്തർക്കും കൃപാദാനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു, വ്യത്യസ്തമായി നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അത് എന്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന? ഈ കൃപാദാനങ്ങളെ കുറിച്ച് പറയുന്നത് അല്ലേ? അടുത്ത വാക്യം. അത് എങ്ങനെയാണ് കൃപാദാനങ്ങളെ കർത്താവ് കൊടുത്തത്? കയറി എന്നതിനാൽ അവൻ ഭൂമിയിലെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവനെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗ്ഗാദി സർവ്വത്തോളം കയറിയവനുമാകുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപാദാനങ്ങളുടെ ഉറവിടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു കർത്താവ് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ഏറ്റവും അധമമായ ഒരു മരണത്തിലൂടെ കടന്നുപോയി, ശാപമരണത്തിലൂടെ കടന്നുപോയി, നമുക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ച് പുനരുത്ഥാനം ചെയ്ത് വീണ്ടും ഉയരത്തിലേക്ക് പോയി. അപ്പൊ യെശയ്യാ പ്രവചനത്തിൽ കർത്താവിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അവൻ തന്റെ മരണത്തിൽ സമ്പന്നന്മാരുടെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് അതിമഹത്തായ സമ്പത്തുമായിട്ടാണ് കർത്താവ് പുനരുത്ഥാനം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ മരിക്കുമ്പോൾ വലിയ നീതിയുടെ സമൃദ്ധി, വലിയ ഗിഫ്റ്റുകളുടെ സമൃദ്ധി, ആത്മസമൃദ്ധിയുമായിട്ടാണ് കർത്താവിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവനെ പുനരുത്ഥാനം ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? ആ സമൃദ്ധിയിൽ നിന്നാണ്, ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ നിന്നാണ്, ഈ അധ്വാനത്തിൽ നിന്നാണ് കർത്താവ് അവന്റെ ദാനങ്ങളെ നൽകുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ കർത്താവ് നമുക്ക് ദാനങ്ങളെ നൽകുമ്പോൾ അതിന്റെ പുറകിൽ കർത്താവിന്റെ വലിയ അധ്വാനവും വിയർപ്പും കഷ്ടതയുമുണ്ട്, മരണമുണ്ട്. ഈ മരണത്തിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചിട്ടാണ് കർത്താവ് ഈ ദാനങ്ങളെ നമുക്ക് നൽകുന്നത്. ഇന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 25-ാം അധ്യായത്തില് ഈ ദാനങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 25-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ, നിങ്ങളെ വാക്കുകൾ ശ്രദ്ധിക്കണം. പരദേശത്തേക്ക് പോവുകയാണ്. നമ്മളെല്ലാം പരദേശി മോക്ഷയാത്രയിലാണല്ലോ അല്ലെ? ആണോ? പരദേശത്തേക്ക് പോവുകയാണ്. വേറൊരു ദേശം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പരദേശം എന്ന് ചിന്തിക്കാം. ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ആരുടെ സമ്പത്താ? തന്റെ സമ്പത്ത്. അപ്പൊ കർത്താവ് ശരിക്കും സ്വർഗത്തിലോട്ട് പോകുമ്പോൾ ആരുടെ സമ്പത്താണ് നമുക്ക് നൽകിയത്? അപ്പൊ ഈ നൽകിയ സമ്പത്ത് എന്ന് പറയുന്ന പല ആൾക്കാരും വിചാരിക്കുന്നത് ജനിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന താലന്തുകളാണ്. അല്ലല്ല, ഒരിക്കലുമല്ല. അത് കർത്താവ് നമുക്ക് പുനരുത്ഥാന സമയത്ത് തന്ന, പരദേശത്തേക്ക് പോകുന്ന വഴിക്ക് തന്നിട്ട് പോയ കൃപാവരങ്ങളാണ് ഈ താലന്തുകൾ. മനസ്സിലാകുന്നുണ്ടോ? അതായത് ദൈവം ഒരിക്കലും നമ്മുടെ താലന്തുകളെ അല്ല ഉപയോഗിക്കുന്നത്, ദൈവം നമ്മുടെ മുറുക്കമുള്ളൊരു ഹൃദയത്തെയാണ് ഉപയോഗിക്കുന്നത്. താലന്തുള്ള ആൾക്കാരെ ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യമുള്ളത് ഹൃദയനുറുക്കമുള്ള ആൾക്കാരെയാണ്. അതുകൊണ്ടാണ് ഈ പത്രോസിന്റെയും പൗലോസിന്റെയും ജീവിതം നമ്മൾ കാണുമ്പോൾ, ഞാനായിരുന്നു കർത്താവിന്റെ സ്ഥാനത്തെങ്കിൽ തീർച്ചയായിട്ടും പത്രോസിനെയാണ് കൊരിന്ത് സഭയിലോട്ട് വിടുള്ളൂ. കാരണം പത്രോസിന് വലിയ വിവരമില്ല, കൊരിന്തിലുള്ള ആൾക്കാർക്കും വലിയ വിവരമില്ല. അപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. വലിയ ഗഹനമായ കാര്യങ്ങൾ അവിടെ പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈവോഴ്സ് ചെയ്തത്, എന്താ വിഗ്രഹങ്ങളെ വണങ്ങരുത്, ഇതൊക്കെ പറയാൻ പത്രോസ് മതി. സെന്നിദ്രിൻ സംഘത്തിന്റെ അടുത്തേക്കും ശാസ്ത്രന്മാരുടെ പരീക്ഷന്മാരുടെ അടുത്തേക്ക് ഞാൻ തീർച്ചയായിട്ടും പൗലോസിനെ വിടാൻ. കാരണം പൗലോസിനെ അവരെയൊക്കെ ഒറ്റ വാക്കിൽ അടിച്ചിരുത്താനുള്ള വിവേകമുണ്ട്, പരിജ്ഞാനമുണ്ട്. ഗമാലിയലിന്റെ കീഴിൽ നിന്ന് പഠിച്ച ആളാണ്. പക്ഷെ കർത്താവിന്റെ എക്കണോമി വേറെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. കർത്താവിന്റെ എക്കണോമി അനുസരിച്ച് പത്രോസിനോട് പറയണം, മോനെ നീ പോക്കോ സെന്നിദ്രിൻ സംഘത്തിന്റെ അടുത്തേക്ക്. ഞാൻ എന്ത് പറയാനാണ് അവിടെ ചെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ പോയി നിന്നാണ്. ഇപ്പൊ മഹത്വം ആർക്കാണ്? പത്രോസിന്റെ താരത്തിനല്ല, കർത്താവിനാണ്. അതുപോലെ പൗലോസിന്റെ ഏറ്റവും വലിയ പ്രയാസമാണ് ഈ നല്ലപോലെ ജ്ഞാനം പഠിച്ച ശേഷം അത് പറയാതിരിക്കാൻ ഈ ജ്ഞാനികൾക്ക് പറ്റില്ല.
നിങ്ങൾക്കറിയാം, ഈ പാസ്റ്റർമാരൊക്കെ ചില സമയത്ത് പ്രസംഗക്കാരൊക്കെ വന്നിട്ട് ഗ്രീക്കിൽ അതിന് ഇങ്ങനെയും പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നില്ലേ, അവർ പഠിച്ചു വെച്ചത് പറയാതിരിക്കാൻ അവരെ കൊണ്ട് നിവൃത്തിയില്ല, പറഞ്ഞേ പറ്റൂ. അല്ലെ പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും പറയാതിരിക്കണമെങ്കിൽ, നമുക്ക് ലളിതമാക്കണമെങ്കിൽ, കൊരിന്ത് സഭക്കാർക്ക് മനസ്സിലാവുന്ന ലളിതമാക്കണമെങ്കിൽ നമ്മൾ മരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി ഒക്കെ അടക്കി വെച്ചിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ശരിയാണോ? അപ്പൊ പൗലോസിനോട് ഞാനൊന്നും പ്രസംഗിക്കാനില്ല. പൗലോസ് പറയും ബോഷത്തും പ്രസംഗിച്ചുകൊണ്ട് ഞാൻ നടക്കുകയാണ്. കാരണം എന്താ? ജ്ഞാനികളുടെ ഇടയിലേക്കല്ല കർത്താവ് പൗലോസിനെ വിട്ടത്. പൗലോസിനെ വിട്ടത് ഉള്ളിൽ ജ്ഞാനം ഇല്ലാത്ത ആൾക്കാരുടെ അടുത്തേക്കാണ് വിട്ടത്. അപ്പൊ പൗലോസിനോട് പറയാനൊന്നുമില്ല, പത്രോസിനോട് പ്രയോജനമില്ല. രണ്ടുപേരും മാ തുറക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി. ഇപ്പൊ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അത്ര സ്കില്ലില്ല. ചെറിയ പിള്ളേര്, 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സുള്ള പിള്ളേർ എനിക്ക് സംസാരിക്കാൻ, എന്നെ പിള്ളേരോട് സംസാരിക്കാൻ വിളിക്കുന്ന ഒരു 13 വയസ്സിന് മുകളിലോട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് എന്റെ ചിന്ത. പക്ഷെ ഞാൻ അവിടെ നിന്ന് വാ തുറക്കുമ്പോൾ കർത്താവ് 5 വയസ്സുകാരനെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുന്നത് ഞാനല്ല, കർത്താവാണ്. അതാണ് ഈ കൃപാവരത്തിന്റെ പ്രത്യേകത. അപ്പോ കർത്താവ് അവന്റെ കൃപകളെ നമുക്ക് തന്നിട്ട്, കൃപാദാനങ്ങളെ നമുക്ക് തന്നിട്ട് പറയാണ്, ഇത് നീ കൊണ്ടുപോയി കുഴിച്ചിടരുത്, നീ എന്ത് ചെയ്യണം? ഇത് പൊലിപ്പിക്കണം. ഈ ദൈവം തന്ന കൃപാദാനങ്ങൾ പൊലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് വർദ്ധിപ്പിക്കണം, അത് ഇരട്ടിയാക്കണം, പല മടങ്ങാക്കണം. അപ്പോ നിങ്ങളെല്ലാവരും ചിലപ്പോൾ പാസ്റ്റർ നോക്കിയിട്ട് പറയും, അയ്യോ പാസ്റ്ററിന് ഈ ദാനങ്ങളെ കൊടുത്ത് ചുമ്മാ ഇരിക്കില്ലെന്നാണ് ഈ പറഞ്ഞത്. അങ്ങനെയല്ല. ഇവിടെ ഈ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഈ കൃപാവരങ്ങളെ ലിസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ദൈവം നൽകിയ ദാനങ്ങളെ അത് ഞാൻ 11-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ഈ ദാനങ്ങൾ കൊണ്ട് എന്താ ചെയ്തത്? ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദാനങ്ങളെല്ലാം എവിടെ നിന്ന് വരുന്ന? ബൈബിൾ കോളേജിൽ നിന്ന് വരുന്നതല്ല, അല്ലെ? നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ബൈബിൾ കോളേജ് 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അയാൾ പാസ്റ്ററാണ്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം, പാസ്റ്റർ എന്നുള്ളതിന്റെ മലയാളം ഇടയൻ എന്നാണ്. ഈ 5-ൽ 1 ആവുന്നുള്ള ഇടയൻ, അല്ലെ? അപ്പൊ ബാക്കി സുവിശേഷകനും ഉപദേഷ്ടമൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഈ ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള മിനിസ്ട്രിയാണ് അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് പറയുന്നത്. സഭയിൽ വേറെ പ്രവാചകന്മാരുണ്ട്, അത് വേറെ. എന്നാൽ ഈ അടിസ്ഥാനം ഇടുന്ന പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം നമുക്ക് ഇതാണ് എന്ന് പറഞ്ഞു തന്ന് മാറ്റമില്ലാത്ത രീതിയിൽ റെവലേഷൻ നമുക്ക് തരാൻ അധികാരമുള്ളവരാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പത്രോസ് പ്രസംഗിക്കുന്നു. പത്രോസ് എന്താ പ്രസംഗിക്കുന്നത്? പ്രവാചകന്മാരെ കോട്ട് ചെയ്താ പറയുന്നത് മുഴുവൻ. യോവേ പ്രവാചകൻ പറഞ്ഞ് നിവൃത്തിയായിരിക്കുന്നു, യെശയ്യാ പ്രവാചകൻ പറഞ്ഞ് നിവൃത്തിയായിരിക്കുന്നു, പ്രവാചകന്മാർ ചൂണ്ടിക്കാണിച്ച മിശിഹ യേശുവാണ്, ഇതാ പറയുന്നത്. അപ്പം ശരിക്കും നമ്മുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അപ്പോസ്തലന്മാർ എങ്ങനെ പ്രവാചകന്മാരെ വ്യാഖ്യാനിക്കുന്നോ ആ ടീച്ചിങ് ആണ് ഈ സഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം ഫൗണ്ടേഷനിൽ എന്തൊക്കെയുണ്ട്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെ ഉപദേശമുണ്ട്, അതാണ് ഈ ഫൗണ്ടേഷൻ. പക്ഷെ നമ്മുടെ സഭകളിൽ ഉണ്ടാകേണ്ട പ്രവാചകന്മാർ വേറെയാണ്. അവര് അടിസ്ഥാനം ഇടുകയല്ല ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവർ നമുക്ക് ആത്മീക വർധന വരുത്തുകയാണ് ചെയ്യുന്നത്. ഈ ആത്മീക വർധന വരുത്തുന്ന പ്രവാചകന്മാർ സഭയിൽ അനേകം കൃപാവരങ്ങളുള്ളതുപോലെ പ്രവചനപരവും ഉണ്ട്. അപ്പോൾ ഫിലിപ്പോസിന്റെ 4 പെൺമക്കൾ പ്രവാചകിമാരായിരുന്നു, അഗബോസ് ഒരു പ്രവാചകനായിരുന്നു. ഇവരാരുടെ എഴുത്തുകളൊന്നും നമുക്ക് അടിസ്ഥാന പുസ്തകങ്ങളായിട്ട് കിട്ടിയിട്ടില്ല. കാരണം എന്താണ്? അവർ സഭയ്ക്ക് ഉപദേശാടിസ്ഥാനം ഇട്ട ആൾക്കാരല്ല. അവർ അതാത് സഭകളിൽ ആത്മീക വർധന നടത്തിയ പ്രവാചകന്മാരാണ്. അപ്പൊ ഈ അടിസ്ഥാനമിടുന്ന പ്രവാചകന്മാരെന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണ്. അവർക്ക് അഭിഷേകത്തിൽ നിന്നാണ് അവരുടെ പ്രവചനം വരുന്നത്. അവർക്കൊരു പ്രത്യേക പ്രവാചക അഭിഷേകമുണ്ട്. ഓക്കെ. അതുപോലെ അപ്പോസ്തലന്മാർക്ക് ഒരു പ്രത്യേക അപ്പോസ്തലിക അഭിഷേകമല്ല, ഒരു പ്രത്യേക കൃപാവരമാണുള്ളത്. അതായത് എല്ലാം എന്താണ്? കൃപാദാനങ്ങളാണ്. ഏതാ? ഈ പുതിയ നിയമത്തിലുള്ളതല്ല. അപ്പൊ പുതിയ നിയമത്തിലെ അപ്പോസ്തലത്വം, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകർ, ഇടയന്മാർ,
ഉപദേഷ്ടാക്കൾ ഇതൊന്നും അഭിഷേക ശുശ്രൂഷകളല്ല, ഇതെല്ലാം കൃപാവരങ്ങളിൽ നിന്ന് വരുന്ന ശുശ്രൂഷകളാണ്. മനസ്സിലായ വ്യത്യാസം എന്താണ്? ഓക്കെ. അപ്പൊ ഇതെല്ലാം ദൈവം പുനരുത്ഥാനം ചെയ്തു പോകുന്ന വഴിക്ക് പോയ ശേഷം തേജസ്സിന്റെ ആത്മാവിനെ പകുത്തു നൽകിയപ്പോൾ, നമുക്ക് എല്ലാവർക്കും തേജസ്സിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നൽകിയപ്പോൾ അതിന്റെ കൂടെ തന്ന ഗിഫ്റ്റുകളാണ് ഈ ശുശ്രൂഷ വരങ്ങളെല്ലാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇതിനെ വേണം നമ്മൾ താരങ്ങളായിട്ട് കാണാൻ. അല്ലാതെ നമ്മൾ പ്രസംഗിക്കാനുള്ള കഴിവ്, ചെറുപ്പത്തിലെ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറ്റിയിട്ട് അവനൊക്കെ അഹങ്കാരിയാക്കി വേണം. ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഈ ഗ്രാജുവേഷൻ സ്പീക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഓക്കെ കിട്ടുവാണെങ്കിൽ പ്രസംഗം, പിന്നെ മനസ്സിലായി മത്സരിച്ച് ജയിക്കണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞ് മത്സരിച്ച് വേറൊരുത്തിനെ തോപ്പിച്ച് ജയിച്ച് ഞാൻ സ്റ്റേജിൽ കയറുന്നിട്ട് എന്ത് കാര്യം? അതുപോലെ ടാലന്റ് പരിശോധന, ഇതിനകത്തെല്ലാം മത്സരമാണ്. ഞാനാണോ നീയാണോ? ഇങ്ങനെയുള്ളവരെ ദൈവം എന്തിനെങ്കിലും ഉപയോഗിക്കും? ഒന്നിനും ഉപയോഗിക്കില്ല. തകർന്നും മുറുങ്ങിയുമുള്ള ഏറ്റവും ബാക്കിലെ സീറ്റിൽ പോയി ഇരിക്കാനും കഴിയുന്ന ആൾക്കാരെ മാത്രമേ കർത്താവ് ശുശ്രൂഷ ഏൽപ്പിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് പ്രവചനവരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റർ പറയുന്ന കേൾക്കില്ല. അയാൾ പുതിയ അഭിഷേകത്തിന്റെ സഭ തുറന്നു, അവിടെ പ്രവചനം മാത്രമേ ഉള്ളൂ ആ സഭയിൽ. അത് കേൾക്കാൻ ആൾക്കാർ ഇടിച്ചു കയറും. അവിടെ ഇതിനേക്കാൾ കൂടുതൽ ആൾ വരും. ഇപ്പൊ നിങ്ങളെല്ലാവരും പ്രവാചകം ഉണ്ടെന്ന് വിചാരിക്കാം, ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ഉടനെ പ്രവാചകം വിചാരിക്കും, എന്നോട് ദൈവം നിങ്ങൾ ഡയറക്റ്റ് പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, പിന്നെ ഇതിനാണ് ഞാൻ ഈ പാസ്റ്റർക്ക് ഈ രീതി ചെയ്യുന്നത്. ഉപദേഷ്ടാവ് ഇങ്ങനെ എന്നോട് പറയുന്നത്, എന്നോട് കർത്താവ് ഡയറക്റ്റ് പറയില്ലേ ഞാൻ പുതിയ സഭ തുറന്നു. അപ്പൊ ആൾക്കാർക്കെല്ലാം ഭാവിയെ കുറിച്ച് അറിയാൻ വലിയ ആഗ്രഹമായതുകൊണ്ട് നിങ്ങൾ പല ആൾക്കാരും അങ്ങോട്ട് ചാടാൻ സാധ്യതയുണ്ട്. കാരണം അതൊരു അട്രാക്റ്റീവ് കൃപാവരം. ഓക്കെ. അതുപോലെ സുവിശേഷകന്മാരുടെ പ്രത്യേകത എന്നറിയാം, ഈ സുവിശേഷകന്മാർക്ക് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, കൃപയുണ്ട്. സുവിശേഷകന്റെ കൃപാവരങ്ങളിൽ പെടുന്നതാണ് ഈ രോഗശാന്തിയൊക്കെ. ഭൂതങ്ങളെ ഓടിക്കുന്നത് സുവിശേഷകരാണ് സാധാരണ. എന്താ കാരണം? ഭൂതം എന്ന് പറയുന്നത് ചർച്ചിനകത്തല്ല, ചർച്ചിന് വെളിയില്ല. എവിടെയാ? ഉറപ്പാണോ? അപ്പൊ സുവിശേഷം പറഞ്ഞ് വെളിയിൽ പോകുന്ന ആളാണോ ഭൂതങ്ങളെ പുറത്താക്കേണ്ടത്? സഭയിൽ ഒന്ന് ശുശ്രൂഷിക്കുന്ന ഇടയനാണോ ഭൂതങ്ങളെ പുറത്താക്കേണ്ടത്? ആരാ? അപ്പൊ സുവിശേഷകൻ എന്നുള്ള കൃപാവരം നമ്മുടെ ഇടയിൽ നിന്ന് പോയി. പകരം ബൈബിൾ കോളേജിൽ നടന്ന ആദ്യത്തെ 2 വർഷം സ്തുതി, പിന്നെ പിന്നെ റവ, ഇങ്ങനെയാണ് പ്രൊമോഷൻ. അപ്പൊ അതുകൊണ്ട് സുവിശേഷകൻ ഒരു ഗ്ലാമർ ഇല്ലാത്തതുകൊണ്ടും പ്രത്യേകിച്ച് ദശാംശമൊന്നും കിട്ടാത്തതുകൊണ്ടും സുവിശേഷകന്മാരാകാൻ ആളില്ല. അത് കൃപാപരമായിട്ടല്ല ഇന്ന് കാണുന്നത്, ഒരു ജൂനിയർ പൊസിഷൻ ഓഫ് എ പാസ്റ്റർ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണോ? കേരളത്തിൽ ഹല്ലേലിയ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്. അതിനകത്ത് പണ്ട് ഒരു ഹല്ലേലിയ ഡയറക്ടറി എഴുതി എല്ലാ പാസ്റ്റർമാരുടെ കൺവെൻഷൻ പ്രസംഗങ്ങളുടെയൊക്കെ പേരും ഫോൺ നമ്പറും കൊടുക്കുന്ന ഒരു ഡയറക്ടറി ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. പണ്ട് കാലത്ത് ഈ ഡയറക്ടറി ഇറങ്ങിയ സമയത്ത് ഒരു മനുഷ്യൻ പാതിരാത്രി 11 മണിയൊക്കെ കഴിഞ്ഞ ഒരു 11-12 കണ്ടായി പുള്ളി ഹല്ലേലിയുടെ ഓഫീസിൽ വന്നു. അവരുടെ ഓർഡിനേഷൻ സർവീസ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അവിടെയൊന്നും ആരുമില്ല. പുള്ളി ഒരു സ്ലിപ്പ് എഴുതിയിട്ട് വിൻഡോക്കകത്തോടെ എന്റെ പേരിന് നേരെ സുയി എന്നുള്ളത് മാറ്റി പായനാക്കണം, ഇന്ന് എന്റെ ഓർഡിനേഷൻ ആയിരുന്നു. അത്യാവശ്യമായിട്ട് കറക്റ്റ് ചെയ്യണം. കാരണം പുള്ളി സുവിശേഷം എന്നുള്ളത് കേട്ട് മടുത്തു. എല്ലാവരും പാസ്റ്റർ എന്ന് വിളിച്ച് ബഹുമാനിക്കും, ഇയാളെ മാത്രം സുവിശേഷൻ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആദ്യം സുവിശേഷൻ പിന്നെ ഇടയെന്നാണ്. കാരണം സുവിശേഷം പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവരുമ്പോഴാണ് ഇടേന്റെ കയ്യിലോട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് സുവിശേഷം പറയാമ്പോ പാസ്റ്റർ പോട്ടെ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്ന പാസ്റ്ററുടെ കയ്യിൽ എല്ലാ കൃപാവരം ഉണ്ടെന്ന്. പാസ്റ്റർക്ക് പാവം ഇടയ ശുശ്രൂഷ വരം മാത്രമേ കാണുള്ളൂ. സുവിശേഷക വരമുള്ളവർ കുഴിച്ചിട്ടിരിക്കുക. അത് കർത്താവിനും എടുത്തു കൊടുക്കും. നീ വിതയ്ക്കാത്തത് കൊയ്യുന്നവനും വിതറാത്തത് ചേർക്കുന്നവനായതുകൊണ്ട് ഞാൻ ആരോടും സുവിശേഷം പറഞ്ഞിട്ടില്ല, ഇതാക്കൊണ്ടോക്കോ എന്ന് പറഞ്ഞു കൊടുക്കാൻ റെഡിയായിട്ട് സുവിശേഷകർ എന്ത് ചെയ്തിരിക്കുക. അതുപോലെ ഉപദേശാവും. അപ്പൊ ഇടയന്റെ അടുത്ത് വരുമ്പോ ഇടയൻ എന്ത് ചെയ്യും? വചനം പഠിക്കാൻ വേണ്ടി അവൻ ഉപദേശാവിന്റെ അടുത്ത് വിടും. പക്ഷെ ഉപദേശാവില്ല. പ്രവാചകൻ പാസ്റ്റർ തന്നെ, സുവിശേഷകൻ പാസ്റ്റർ തന്നെ, ഇടയൻ പാസ്റ്റർ തന്നെ, പ്രവാചകൻ പാസ്റ്റർ തന്നെ എന്ന് പറഞ്ഞില്ലേ, ഉപദേഷ്ടാവ് പാസ്റ്റർ തന്നെ, ഇനി അടിച്ചു വായിച്ചതും പാസ്റ്റർ തന്നെ, ഡീക്കനും പാസ്റ്റർ തന്നെ, കസേര നേരിടുന്നതും പാസ്റ്റർ തന്നെ, എല്ലാം പാസ്റ്റർ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ വന്നിരുന്ന് കാണുന്നു പോകുന്നു. ഇതിന് പല പല കാരണങ്ങളുണ്ട്. ഈ കോവിഡ് വന്ന സമയത്താണ് ഇത് ശരിക്കും മനസ്സിലായത്. കോവിഡ് വന്നപ്പം ആൾക്കാർ കണ്ടുപിടിച്ചൊരു കാര്യം, എന്തായാലും സഭയിൽ പോയി ചുമ്മാ ഇരുന്നിട്ട് പോരുവാണ്. അല്ല, മിക്കാറുള്ള സഭയിൽ അങ്ങനെ. ഇവിടുത്തെ കാര്യമില്ല പറഞ്ഞു. ഇവിടെ നിങ്ങളൊക്കെ ഭയങ്കര വാക്കാന്ന് എനിക്കറിയാം, ഞാൻ പൊതുവല്ലോ. അപ്പോ ഇവര് നോക്കുമ്പോൾ ചർച്ചിൽ ചുമ്മാ വണ്ടിക്കൂലി മുടക്കി വഴിയിലെല്ലാം പോലീസുകാർ പറഞ്ഞ് എങ്ങോട്ടാ സ്ലിപ്പ് കാണിക്കണം. അതിനേക്കാളും വേറെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ TV-യിൽ എന്ത് കിട്ടും? വീട്ടിലെ സഭ. അപ്പൊ നമ്മൾ
സോഫായി കിടന്നുറങ്ങിയ അവിടെ നിന്ന് എഴുന്നേക്കണ്ട, പല്ല് തേക്കണ്ട, എന്താ ചുമ്മാ കിടന്ന് റിമോട്ടിലൊന്ന് ഞെക്കിയാൽ സഭ. സ്തോത്രാഴ്ചയുടെ ദശാംശന്റെ അടുത്തുള്ള ജീവനോടുണ്ടോന്ന് അറിയണ്ട, ആരെങ്കിലും പട്ടിണി ഉണ്ടോന്ന് അറിയണ്ട, മരിച്ചോന്ന് പോലും അറിയണ്ട. എന്നും കേൾക്കുന്ന അതേ 3 പേരെന്ന് പാടുന്ന അതും കേട്ട് കഷ്ടപ്പെടേണ്ട. ഭയങ്കര തകർപ്പൻ ഗായക സംഘം പാടുന്ന പാട്ടുകൾ. പിന്നെ ഇതേ പാസ്റ്റർ പ്രസംഗം എപ്പോഴും കേൾക്കണ്ട. നാനാവിധമായ ദുരുപദേശങ്ങൾ പറയുന്ന അനേകം പാസ്റ്റർമാർ മനോഹരമായി ഇതിനോട് സംസാരിക്കുന്നു. അതെല്ലാം കേൾക്കാം. പ്രോസ്പെരിറ്റിക്ക് പ്രോസ്പെരിറ്റി, ക്രൂശിന് ക്രൂശ്, ദാരിദ്ര്യത്തിന് ദാരിദ്ര്യം, എല്ലാം പറയുന്ന പ്രസംഗങ്ങളുണ്ട്. അപ്പൊ ഇന്ന് ദാരിദ്ര്യത്തിന്റെ പ്രസംഗം കേൾക്കാം, ഇന്ന് വെജിറ്റേറിയൻ. ഇതെല്ലാം നമുക്ക് ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്താമല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ട്രാഫിക്കിലൂടെ കഷ്ടപ്പെട്ട് പോകുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാര്. അപ്പൊ എന്താ സംഭവിച്ചു? സഭ ആസ് ആൻ അസംബ്ലി, സഭ ആസ് ആൻ അസംബ്ലി ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് റെലവൻസ്. കാരണം പാസ്റ്ററുടെ കൃപാവരം മാത്രമേ ഇന്ന് സഭകളിൽ വർക്ക് ചെയ്യുന്നുള്ളത് കൊണ്ട് ദ അസംബ്ലി ഹാസ് സിഗ്നിഫിക്കന്റ്ലി ലോസ്റ്റ് ഇറ്റ്സ് റെലവൻസ്. ഇനി നമുക്ക് കാര്യമായ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ 12ാം അധ്യായത്തിൽ എടുത്ത് കുറെ കാര്യങ്ങൾ ഒരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. 12ാം അധ്യായത്തിലേക്ക്, 1 കൊരിന്ത്യർ ലേഖനം 12ാം അധ്യായത്തിലേക്ക് വരാം. ഓക്കെ, അതിനുമുമ്പ് എഫേസ്യർ 2-3 വാക്യങ്ങൾ മുമ്പോട്ട് വായിക്കാം. ഓക്കെ, 11ാം വാക്യം നോക്കാം. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ഒരു സഭയിൽ 3 പോസ്റ്റെങ്കിലും കാണണം. ആളെ പിടിച്ചുകൊണ്ട് വരുന്ന സുവിശേഷകൻ, അവരെ പരിപാലിക്കുന്ന ഇടയൻ, അവർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന ഉപദേഷ്ടാവ്. ഇത് 3 ഒരു സഭയിൽ ഉണ്ടാകണം. എന്തുണ്ടാകണം? അടുത്ത വാക്യം, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അപ്പൊ നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ അനേകം അവയവങ്ങളുടെ ശുശ്രൂഷ ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് ശുശ്രൂഷകൾ തന്നിരിക്കുന്നത്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്തിനു വേണ്ടിയാണ് കർത്താവ് ശുശ്രൂഷകൾ തരുന്നത്? എനിക്ക് എന്തിനാണ് ഉപദേഷ്ടാവ് എന്ന കൃപാവരം തന്നിരിക്കുന്നത്? എന്തിനെന്ന് പറയാം? അത് ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ് ബ്രദർ. ഞാൻ ഇതുകൊണ്ട് പല സ്ഥലത്തും പോയി പ്രസംഗിക്കും, അവരെല്ലാം എനിക്ക് കാശ് തരും, ഇതെല്ലാം ബാങ്കിൽ നിന്ന് ഞാൻ വേറെ വീട് പണിയും. എന്റെ കാര്യം കർത്താവ് സെറ്റിലാക്കി തന്നാണ്. ആണോ? 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 അല്ലയോ? അല്ല. ഈ പാസ്റ്റർമാർ ഒത്തിരി പേര് ഉപവാസിച്ചിരിക്കും 40 ദിവസം, അത് 60-100 ദിവസമായി മാറുന്ന എപ്പോഴാണ് ആലോചിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. കാരണം കൃപാവരങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണെന്നറിയാം? എന്നാലേ സംഗതി മുമ്പോട്ട് പോകുള്ളൂ. വിറ്റാമിൻ എം വരണമെങ്കിൽ ശുശ്രൂഷ എങ്ങനത്തെ ശുശ്രൂഷയാണ്? വചനം പറഞ്ഞാൽ പോരാ, അതിന് തക്കതായ സ്പെക്ടാക്കുലർ പ്രവചനങ്ങൾ വേണം. എങ്കിൽ മാത്രമേ ആൾക്കാർ വിളിക്കുകയുള്ളൂ. ഞാൻ രസകരമായ കഥ പറയാം. ഈ രസകരമായി ഞാൻ പറയുന്നതിനകത്തല്ല ഒരു വേദനയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഞാനൊരു ദിവസം ലുലുമാളി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത്, ഒരു പാസ്റ്റർ, ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ ഖത്തറിലൊക്കെ പോയെന്നല്ല ഞാൻ പറഞ്ഞു, പോയത് നന്മയൊക്കെ കിട്ടിയോ? നന്മ എന്ന് പറഞ്ഞ ഉദ്ദേശം മനസ്സിലായോ? വിറ്റാമിൻ എം മാമോൻ. ഞാൻ പറഞ്ഞു കിട്ടിയായിരുന്നു, കുറച്ചൊക്കെ കിട്ടിയായിരുന്നു. എത്ര കിട്ടി പുള്ളി ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യം ആലോചിച്ചു പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞു 3-4 ലക്ഷം രൂപ കിട്ടിയായിരുന്നു. ഒരാഴ്ചത്തെ പരിപാടികളായിരുന്നു. അപ്പോൾ ഞാനോ പുള്ളിക്ക് അന്നേരം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു 4 ലക്ഷം രൂപയുടെ വന്നെങ്കിൽ ഞാൻ ലുലുമാളിൽ തന്നെയാണ് ആദ്യം വന്നത്. കാരണം എനിക്കൊരു പ്രിന്റർ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചർച്ചിലുള്ളവർക്ക് നോട്ട്സ് ഒക്കെ പ്രിന്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ ലുലുമാളിൽ വന്നപ്പോൾ കർത്താൻ പറഞ്ഞു അത് 5 പൈസ നീ എടുത്തേക്കല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ലെന്ന്. പ്രിന്റർ മേടിച്ചില്ല. അങ്ങനെ ഇവിടെ പറഞ്ഞു നിങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റും. ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി കുറെ നാളായിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ കഴിഞ്ഞ വർഷം ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഗൾഫിൽ വിടാൻ ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം, ദുബായിക്ക് പോകാൻ. പുള്ളി എന്താ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള വിസ ഞാൻ എടുത്തു തരാം, എടുക്കാനുള്ള വഴി പറഞ്ഞുതരാം. അതുപോലെ അവിടെ ചെല്ലുമ്പോൾ വിളിക്കാനുള്ള പാസ്റ്റേഴ്സിന്റെ നമ്പർ, ഫോൺ നമ്പർ ഉള്ളൊരു ബുക്ക് അത് തരാം. നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ ചെന്നിട്ട് അവിടെ ഒരു ഈ ദുബായിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ പാസ്റ്റർമാർ ചെന്ന് അതിനെതിരെ ഊടാടി സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടി ഒരു വിശ്വാസമെല്ലാം ചേർന്ന് ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ പോയി താമസിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇവർ വിളിക്കും, ഓരോ പാസ്റ്റർമാരെ ഫോൺ ചെയ്യും. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു ഞാൻ അവിടെ പോയാൽ ആരും എന്നെ വിളിക്കാൻ പോകുന്നില്ല, കാരണം എനിക്ക് ഈ പ്രവചനമൊന്നുമില്ല. ഈ പുള്ളി പറഞ്ഞത്
പ്രവചനമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ ആരും അങ്ങനെ വിളിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ട് വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. അപ്പൊ എന്തിനാ പോകുന്നേ? കർത്താവിന്റെ ശരീരത്തിന്റെ ആത്മീയവർദ്ധനയ്ക്കാണോ? അല്ല. അപ്പോ ഈ പുള്ളി പറഞ്ഞു, ഈ കൊണ്ടുപോകാൻ വഴി കാണിച്ചു തരാന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു, നിങ്ങൾ പ്രവചനം ഇരുന്ന് നോക്കുമ്പോൾ വിഷമിക്കേണ്ട, പ്രവചിക്കാനുള്ള പരിപാടി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പുള്ളി അത് എങ്ങനെയാണ് പറഞ്ഞത്? അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾക്കൊക്കെ ആയിരിക്കും മിക്കവാറും നിങ്ങളെ വിളിക്കുന്നത്, അല്ലാതെ ഈ പ്രവാചകന്മാരെ വിളിക്കുന്ന സ്ത്രീകൾ കൂടുതൽ വരുന്ന മീറ്റിങ്ങിനാണ്. അവർക്കാണ് ഈ പിള്ളേരെ കുറിച്ചുള്ള ഉത്കണ്ഠ, ആശങ്ക, ഭർത്താവ് എന്താ നേരെയാകാത്ത, പുള്ളി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല, ഇങ്ങനെയുള്ള ആശങ്കകൾ കൂടുതൽ സഹോദരിമാർക്കാണ്. അപ്പൊ ഈ സഹോദരിമാർ കൂടുതൽ പങ്കെടുക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കായിരിക്കും, അല്ലെ? ശരിയല്ലേ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് സഹോദരന്മാരൊന്നും കാണില്ല, അവരുടെ ജോലിക്കായിരിക്കും. ഇനി ജോലി ഇല്ലെങ്കിൽ ഒരു വരില്ല, കാരണം വന്നു കഴിഞ്ഞാൽ പണിയൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് അവര് നിവൃത്തി ഉണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഭാര്യമാരെ വിടുള്ളൂ. അപ്പൊ അവിടെയാണ് ഈ പ്രവാചകന്മാർ വിളയാടുന്നത്. അവർ പറയും, അപ്പൊ ഈ പുള്ളി പറഞ്ഞെടുക്കുക, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഒരിക്കലും പോകരുത്. കാരണം അവർ സന്തോഷിച്ചിരുന്നാലും ചിലപ്പോൾ ഉള്ളിൽ സങ്കടമായിരിക്കും, അത് മറച്ചു വെച്ചിരിക്കുന്ന നമുക്കവരെ ഒരിക്കലും പിടികിട്ടില്ല. എന്നാൽ സങ്കടത്തോടെ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. അവരുടെ അടുത്തോട്ട് പോയിട്ട് പറയണം, നീ ഏത് കാര്യത്തിന് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ കരയുന്നുണ്ടോ അതിന്റെ ഉത്തരം ദൈവം 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഈ പുള്ളി പറഞ്ഞ 6 മാസം ഇനി കിട്ടിയില്ലെങ്കിലും എന്റെ പാസ്റ്ററെ വിസ 3 മാസത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങളെങ്കിൽ പോകണം, പിന്നെ നടന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞ പാസ്റ്റർ പറയാണ്, ഇത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ദുബായ് വന്ന് എനിക്കൊരു 9 ലക്ഷം രൂപ കടമുണ്ട്, അത് എങ്ങനെയെങ്കിലും വീട്ടണം എന്ന് ആലോചിച്ചിട്ടാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആ പുള്ളി ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയല്ലേ പല പ്രാവശ്യം ഗൾഫിൽ പോയതെന്ന് അങ്ങേരോട് ചോദിച്ചു. അങ്ങേര് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, മേലെ എടുത്ത് വരുന്നെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു വരുന്നത്. നിങ്ങൾ ആലോചിച്ച് ഈ വ്യവസായം എങ്ങോട്ടാ വന്നിരിക്കുന്നത്? ഇതൊരു നിങ്ങൾ ഈ കർത്താവ് തരുന്ന കൃപാവരങ്ങൾ ഇന്നൊരു മാർക്കറ്റ് സാധനം. നമുക്ക് ഇഡ്ഡലി വഴിയിൽ നിന്ന് കഴിച്ചാൽ, തമിഴ്നാട്ടിൽ പോയി കഴിച്ചാൽ 10 രൂപയ്ക്ക് 4 ഇഡ്ഡലി കിട്ടുന്ന സ്ഥലമുണ്ട്. അതേ ഇഡ്ഡലി നിങ്ങൾ AC-യിൽ പോയി നിന്ന് കഴിച്ചാൽ 150 രൂപയോ. പൈസ വാരി എറിഞ്ഞവരെ കൊണ്ടുവരികയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്നതിനും 2 സ്റ്റാർ ഹോട്ടലിൽ പോകുന്നതിനും തട്ടുകടയിൽ കഴിക്കുന്നവനുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ കൃപകൾ ഇന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് സഭയുടെ പൊതുപ്രയോജനത്തിനല്ല, ഇത് വെച്ചോണ്ടിരിക്കുന്ന ആളുകളുടെ മണി പ്രയോജനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പദവി പ്രയോജനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം വിനിയോഗിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ശരിയാണോ? അപ്പോൾ ഈ സഭ എന്ന് പറയുന്ന സാധനം എന്താണ്? നമുക്ക് ആദ്യം എങ്ങനെയാണ് ഒരു ചർച്ച് ദൈവം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? കൃപാവരങ്ങൾ വെച്ച് ഒരു സഭ കർത്താവ് എങ്ങനെയാണ് പണിയുന്നത്? കൃപാവരങ്ങൾ പണത്തിന് വേണ്ടി വ്യവഹാരം ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ പറയുന്നത്, കർത്താവ് എന്ന് കൺഫസ് ചെയ്യുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ ആത്മാവുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ച അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളിൽ ഏത് ആത്മാവ് വ്യാപരിച്ചാലും, സപ്പോസ് ഒരു പ്രവാചകനോട് എഴുന്നേറ്റെന്ന് വിചാരിച്ചോ, ഈ പ്രവാചകനോട് എഴുന്നേൽക്കുകയാണെങ്കിൽ ആ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് കൺഫസ് ചെയ്യാൻ ആ പ്രവാചകന് പറ്റണം. അന്യഭാഷ പറയുമ്പോൾ അന്യഭാഷയെ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ അതൊന്നും നമുക്കറിയില്ല, വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അത് ക്രിസ്തുവിനെ കൺഫസ് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കും. യേശു ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാത്ത ഒരു സ്പിരിറ്റും കർത്താവിന്റെ അല്ല. അപ്പൊ നമ്മൾ ഓരോ ആത്മാവിനെയും വിവേചിക്കുന്നത് എങ്ങനെയാണ്? ഇത് കർത്താവിനെ കൺഫസ് ചെയ്യുന്ന സ്പിരിറ്റ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ്. ഓക്കെ, ഞാൻ ഒരു ചെറിയ ഉദാഹരണോട് പറയാം. ഞാനും എൻ്റെ ഒരു സഹോദരനും കൂടെ തിരുവനന്തപുരത്ത് ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ സംബന്ധിക്കാൻ വേണ്ടി പോയി. അപ്പൊ എന്നെ സംബന്ധിച്ച് പാസ്റ്റർമാരൊക്കെ ഉള്ള സദസ്സാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പ്രസംഗിക്കുന്നത് വീണ്ടും ജനനത്തെ കുറിച്ചായിരിക്കും. കാരണം അതാണ് ആവശ്യം പാസ്റ്റർമാർക്ക്. ആദ്യം ഒരു എന്ത് ചെയ്യണം? അപ്പോ പ്രത്യേകിച്ച് ഈ ട്രിവാൻഡ്രം ഏരിയയിൽ ഇങ്ങനെ ഒത്തിരി പ്രവാചകന്മാരുള്ള ഒരു ഏരിയയാണ് ഈ ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ല അടുത്തൊരു ചർച്ച ചെന്നപ്പം അവർ പറയാം, എന്റെ പാസ്റ്റർ ഇവിടെ ചർച്ചകളിലെല്ലാം തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രവാചകന്മാരാണ് ഉപവാസപ്രാർത്ഥന തുടങ്ങിയ രാവിലെ ഉച്ചയ്ക്ക് പോയിട്ടെല്ലാം തിരുവനന്തപുരം നടക്കരുത്. അവരെല്ലാം ഭയങ്കര പ്രവചനം, എല്ലാം പ്രോസ്പെക്റ്റ്. ഞാനിവിടെ പ്രസംഗം കഴിഞ്ഞു, ഒരു സെഷൻ കഴിഞ്ഞ് ഞാൻ എൻ്റെ സഹോദരനും കൂടെ, ചർച്ചിലുള്ള സഹോദരനും കൂടെ ഏറ്റവും പുറകിലെ, ഇത് പന്തൽ കിട്ടിയേക്കുന്ന ഒരു യോഗമാണ്. അപ്പൊ ഏറ്റവും പുറകിലെ പന്തലിന്റെ കാലയിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ നയിച്ച ആൾ പറയുന്നുണ്ട്, ഇന്ന് നമ്മൾ മനോഹരമായ വചനം കേട്ടു, കർത്താവിനെ കുറിച്ച് കേട്ടു, അറിയാൻ വയ്യാതെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ദൈവത്തെ സ്തോത്രം ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മൾ പറയുന്ന പ്രസംഗം ഇങ്ങനെ പൊഴുത്തി പറയുന്നു. അതിങ്ങനെ ഉള്ള ഇവർക്ക് മനസ്സിലായി കാണും ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇദ്ദേഹം അന്യഭാഷയിൽ പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് സഹോദരൻ പറഞ്ഞു, ഈ അന്യഭാഷ ഇയാൾ പറഞ്ഞ സ്ഥിതിക്ക് ഇത് ദൈവത്തിൽ നിന്ന് വന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ആത്മാവ് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫ്രം ദ
ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ഇനി പുള്ളിക്ക് എൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റിയതല്ല. പുള്ളി അന്യഭാഷ പറഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും അതിൻ്റെ ഇടയിൽ ഇറങ്ങി വരുന്നൊരു ദൈവം വന്നിട്ടുണ്ട്. ഇത്ര നേരം ദൈവം ഇല്ലായിരുന്നു അവിടെ. ഇതുമായിട്ട് കണക്കായിരിക്കും. അന്യഭാഷ പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി വായി വരും. നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും ഇത് പറഞ്ഞാൽ ഈ മുമ്പിൽ ഇരിക്കുന്ന ജനങ്ങൾക്ക് ഒരു ഉത്തേജനമുള്ളൂ. അവർക്കാണ് വിഷയങ്ങളുടെ ബഹളം. രാവിലെ ഇറങ്ങിയാൽ വിഷയം, വൈകിട്ട് വീട്ടിൽ കയറിയ വിഷയം, രാവിലെ ഇറങ്ങുമ്പോൾ ഓഫീസിലെ വിഷയം, വൈകിട്ട് വീട്ടിൽ കയറുമ്പോൾ ഭാര്യയുടെ വിഷയം, പിന്നെ മക്കൾ പഠിക്കാത്ത വിഷയം, പിന്നെ അനുസരിക്കാത്ത വിഷയം, യോഗത്തിന്റെ വിഷയം, വിഷയങ്ങളോട് വിഷയങ്ങളായി. ഇതിനിടെല്ലാം ദൈവം ഇറങ്ങി വന്നു. അപ്പം അങ്ങനെയുള്ള പ്രവാചകന്മാർ വന്നാൽ ഇവർക്ക് കാര്യമുള്ളൂ. അവർ പറയുമ്പോൾ ഉത്തേജനം ഫീൽ ചെയ്തത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ കൃപാവരങ്ങളെ അനിയന്ത്രിതമായി സഭയെ അനുവദിച്ചാൽ എന്ത് സംഭവിക്കും? യേശുക്രിസ്തു ഇല്ലാത്ത ഒരു കൂട്ടമായി, ലോക കൂട്ടമായിട്ട് അത് മാറും. മനസ്സിലാകുന്നുണ്ടോ? അൺബ്രിഡിൽഡ് ആയിട്ട് ഒരു നിയന്ത്രണമില്ലാതെ നമ്മൾ പ്രവചനങ്ങളും എല്ലാമായിട്ട് സഭ, എന്നാൽ പിന്നെ കരിസ്മാറ്റിക് സഭ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാവിധ സ്പിരിറ്റുകളും ഇതിനകത്ത് വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരാൾക്ക് ആത്മാവ് ഉണ്ടെങ്കിൽ ആ ആത്മാവിന്റെ ശുശ്രൂഷ ഉണ്ടെങ്കിൽ ആ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ക്രിസ്തുവിന്റെ തലയോളം, നമ്മൾ എഫെസ്യരെ വായിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ശുശ്രൂഷ എന്തിനാ തരുന്നത്? യേശു ക്രിസ്തു എന്ന തലയോളം നമ്മളെ വളർത്തുവാൻ വേണ്ടി. ക്രിസ്തുവിന്റെ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി അത് നമുക്ക് കിട്ടാൻ വേണ്ടി, ആ മനുഷ്യത്വം, പുരുഷത്വം എന്നാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് പുരുഷത്വം എന്നുള്ളതല്ല, മനുഷ്യത്വമാണ്. മാൻഹുഡ്. മാൻ എന്ന് പറയുന്നതിനകത്ത് മാനും മൂണും ഉണ്ട്, അല്ലേ? ഉണ്ടോ? അപ്പൊ ഒരു പെർഫെക്റ്റ് വ്യക്തിത്വം, യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ആ സബ്മിഷൻ, ആ എന്താ പെർഫെക്ഷൻ, എന്താ പറയുക, നീതിയുടെ പെർഫെക്ഷൻ, വിശുദ്ധിയുടെ പെർഫെക്ഷൻ, ഇതെല്ലാം ഓരോ സഭയിലെ വിശ്വാസിയും അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ചില ആൾക്കാരെ കൃപാവരങ്ങൾ ഏൽപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃപാവരങ്ങൾ ശുശ്രൂഷിക്കപ്പെടുന്നത് ശരിയായ ആത്മാവിൽ അല്ലെങ്കിലും അത് ആ സഭയിൽ ഇടർച്ചയും അലങ്കോലവും ഉണ്ടാക്കും. അടുത്തത്, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അപ്പം ആർക്കൊക്കെയാ ആത്മാവ് പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നത്? എല്ലാവർക്കും. നമ്മുടെ ശരീരത്തിൽ ഗുണമില്ലാത്ത, പ്രയോജനമില്ലാത്ത ഒരവയവവും ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവ് അവന്റെ സഭയോട് നമ്മളെ ചേർക്കുമ്പോൾ ഒരവയവമായിട്ടാണ് ചേർക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഒരവയവത്തിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്നെ ഒരു കൈ ആയിട്ടാണ് കർത്താവിന്റെ ശരീരത്തോട് ചേർത്തിരിക്കുന്നെങ്കിൽ ആ കൈക്ക് ഒരു പർപ്പസ് ഉണ്ട്. ആ കൈക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. എന്നെ സുവിശേഷം പറയാനാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ, ശുശ്രൂഷിക്കാനാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ, സഹായം ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ, അത് ഓരോരോ കൃപാവരങ്ങൾ നോക്കി. അടുത്ത വാക്യം നോക്കി. ഒരുത്തൻ ആത്മാവിൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തൻ അതേ ആത്മാവിൽ പരിജ്ഞാനത്തിന്റെ വചനം. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഒരു സാക്ഷ്യം പറയാൻ പോലും എഴുന്നേറ്റില്ല. അപ്പൊ അതിനർത്ഥം എന്താ? കുഴിച്ചിട്ടിരിക്കുന്നു, അല്ലെ? ഈ തന്നെയല്ല, സാധാരണഗതിയിൽ നമ്മുടെ ചുറ്റുമുള്ള സഭകളിലെല്ലാം ഈ പാസ്റ്റർമാർക്കൊരു പേടിയുണ്ട്. എന്നേക്കാൾ വലിയ ആൾക്കാരുണ്ടാവുമോ എന്നൊരു പേടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിശ്വാസികൾ പാസ്റ്റർ ബഹുമാനിക്കാതെ പോകും. പക്ഷെ കൃപാവരങ്ങളിലുള്ള വ്യത്യാസം അതൊന്നും വിശ്വാസികൾ മനസ്സിലാക്കില്ല. ഉദാഹരണത്തിന്, പാസ്റ്റർ പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലപോലെ പ്രസംഗിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായാൽ നിങ്ങൾ വിചാരിക്കാം പാസ്റ്റർ പ്രസംഗം കൊള്ളത്തില്ല, അയാളുടെ പ്രസംഗമാണ് നല്ലത്. പൊട്ടി തെറ്റി. കാരണം എന്താ? പാസ്റ്ററുടെ ശുശ്രൂഷ ഇടയ ശുശ്രൂഷയും ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഉപദേഷ്ടാവിന്റെ കൃപാവരമായിരിക്കും. ഇത് രണ്ടും രണ്ടായിരിക്കും. സുവിശേഷം പറയാനുള്ള കൃപാവരം, അയാൾ പ്രാർത്ഥിച്ചപ്പോഴാത്ര ഭൂതം പോയത്. അത് ഓരോരോ ശുശ്രൂഷകളാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഓരോരുത്തരുടെ ശുശ്രൂഷകൾക്ക് എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. ഇത് ആടുകളുടെ കൂട്ടമായതുകൊണ്ട് ഇടയൻ എപ്പോഴും ഒരു അധ്യക്ഷസ്ഥാനമുണ്ട്, അല്ലെ? ശരിയല്ലേ? ആടുകളുടെ പരിപാലന രീതിയിൽ ഇടയനൊരു അധ്യക്ഷസ്ഥാനമുണ്ട്. പക്ഷെ എല്ലാ ശുശ്രൂഷകൾക്കും ഒരുപോലെ പ്രാധാന്യവുമുണ്ട്. അടുത്ത വാക്യം. ഇതെന്താ ഈ ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും? ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും പരിജ്ഞാനം വേണം, അല്ലെ? എല്ലാവർക്കും പരിജ്ഞാനം വേണം. പക്ഷെ സഭ വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആർക്കും പരിജ്ഞാനമില്ല. എല്ലാവർക്കും വിശ്വാസമുണ്ട്, പക്ഷെ ആരും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വളർന്നിട്ടില്ല. അപ്പൊ ഒരു സഭയിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ ഈ പരിജ്ഞാനത്തിന്റെ കൃപാവരം ഉള്ളവർക്ക് ദൈവം എന്ത് ചെയ്യുന്നു? ഒരു മിറാക്കുലസ് ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള അരുളപ്പാട് കൊടുക്കുന്നു. ആ പരിജ്ഞാനത്തിന്റെ വചനം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നു, കറക്റ്റ്, ഇത് ദൈവം പറഞ്ഞതാണ്. മനസ്സിലായി? ഇതാണ് പരിജ്ഞാനത്തിന്റെ വരം അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ വരം എന്ന് പറയുന്നത്.
അടുത്ത വാക്യം എന്താണ്? ആ, ഒരാൾക്ക് വിശ്വാസത്തിന്റെ വരം. ഇത് വേറൊരു സാധനമാണ്. നമ്മൾ രക്ഷാകരമായ വിശ്വാസമല്ല വിശ്വാസത്തിന്റെ കൃപാവരം എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് വിശ്വാസത്തിന്റെ ഒരു കൃപാവരമുണ്ട്. അവർക്ക് ഭയങ്കര ധൈര്യം, മരണത്തെ പേടിയില്ലാതെ എവിടെയും ചെല്ലുവരെ. അപ്പൊ അവർ മറ്റുള്ളവരെ നോക്കി അവനൊക്കെ വിശ്വാസം ഇല്ല ബ്രദറെ എന്ന് പറയരുത്. കാരണം അത് ചില ആൾക്കാരെ കൊണ്ട് കർത്താവ് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഇപ്പൊ ഞങ്ങളുടെ ചർച്ചിലെ മിഷണറിമാരെയൊക്കെ നോക്കി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിക്കായിരുന്നു, ഞങ്ങളുടെ ചർച്ചിലൊരു മിഷണറിയുടെ വൈഫ് കുഞ്ഞു കൊച്ചുമായിട്ട് ഇവിടെ നിന്ന് പോവാണ്. എങ്ങോട്ടാണെന്നല്ലേ? സിറിയക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ കൊച്ചി എയർപോർട്ടിൽ ചെല്ലുന്നു, ദുബായിൽ ചെന്നിറങ്ങുന്നു. ദുബായിൽ നിന്ന് അടുത്ത സിറിയ ഫ്ലൈറ്റ് ദമാസ്കസിന് കിട്ടത്തില്ല. അതുകൊണ്ട് അവർ ജോർദാനിൽ ഇറങ്ങുന്നു. ജോർദാനിൽ പോലീസ് തടയാം, ദുബായിൽ പോലീസ് തടയാം. അപ്പുറത്ത് ജോർദാനിൽ നിന്ന് ബസ്സിൽ സിറിയക്ക് പോകണം. ആലോചിച്ച് നോക്കണം, ഒരു കുഞ്ഞിന് 3 മാസം, മറ്റേ കുഞ്ഞിന് 2 വയസ്സ്. പോവാണ്. അപ്പുറത്ത് നല്ല ഒരാൾ ധൈര്യമായിട്ട് അവിടെ ഇരിക്കുന്നു, ഇവരും നല്ല ധൈര്യമായിട്ട് പോകുന്നു. കർത്താവ് അനുവദിച്ച് അവിടെ ചെല്ലും, അല്ലെ തിരിച്ചു പോരും. നോ ഫിയർ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ പോകുമായിരിക്കും, പക്ഷെ വേറെ ആരെങ്കിലും അങ്ങനെ വിടുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും കുഞ്ഞു കൊച്ചുമായിട്ട് അങ്ങനെ പോകാന്ന് പറഞ്ഞ് എനിക്ക് ആലോചിക്കാൻ പറ്റും. പക്ഷെ അതൊരു വിശ്വാസത്തിന്റെ കൃപാവരമാണ് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്, ധൈര്യമായിട്ട് അതിനെ നേരിടാൻ. തക്ക സമയമാകുമ്പോൾ നമുക്ക് എല്ലാം അത് കിട്ടുമായിരിക്കും. പക്ഷെ ഇത് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ചില ആൾക്കാരുടെ വിശ്വാസം ഇങ്ങനെ ഹൈ ആയിട്ട് നിൽക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ കൃപാവരമുള്ളവരുണ്ട്. ആ കൃപാവരമുള്ളവര് രോഗം വന്നാലും കുലുങ്ങത്തില്ല, നഷ്ടം വന്നാലും കുലുങ്ങില്ല, അവർ ചിരിച്ചോണ്ടിരിക്കും. കാരണം ഇത് ഭയങ്കര വിശ്വാസത്തിന്റെ കൃപാവരമാണ്. ഞങ്ങളുടെ സഭയുടെ ഒരു ആന്റിക്ക് ക്യാൻസർ വന്നു. നോ പ്രോബ്ലം. 3 മാസം മരിച്ചു വന്ന ഡോക്ടർ പറഞ്ഞു 7 വർഷമായി. പുള്ളിക്കാർ പറഞ്ഞ മരിച്ചു പോകാൻ നല്ലതെന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. കർത്താവിൻ്റെ തൊട്ട് പോകാറ്, പക്ഷെ പോകുന്നില്ല. 7 വർഷമായി. ധൈര്യം. ചില ആൾക്കാർക്ക് ധൈര്യമില്ല. ചില ആൾക്കാർക്ക് ജലദോഷം വരുമ്പോഴേക്കും അതിന് ന്യൂമോണിയ ആണോ, അതിന് കോവിഡ് ആണോ, ഡെങ്കു ആണോ, ഇങ്ങനെ പലതരം ഭയങ്ങൾ ഉള്ളിലോട്ട് വരുന്നത്. അപ്പൊ അവർ വിചാരിക്കും ഇവനൊക്കെ കർത്താവ് വിശ്വസിച്ചിട്ട് യാതൊരു. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മളെല്ലാവരും എല്ലാ അവയവങ്ങൾക്കും ഒരേ ശക്തിയില്ല. ചില അവയവങ്ങൾ ദുർബലരായി കാണപ്പെടും, നമ്മൾ താഴോട്ട് വരുമ്പോൾ കാണും. ചില അവയവങ്ങൾ അത്ര ഭംഗിയില്ലാതെ കാണപ്പെടും. ഓക്കെ, ചില അവയവങ്ങൾക്ക് നല്ല ഭംഗിയായിരിക്കും. ഭംഗി കുറഞ്ഞ അവയവത്തെ എന്ത് ചെയ്യും? നമ്മൾ ഭംഗി കൂട്ടാൻ വേണ്ടി ഫെയർ ആൻഡ് ലവ്ലിയിലേക്ക് പൗഡർ എടുക്കും, ഡൈ ചെയ്യും. എന്തിനാ? ഭംഗിയത്തിന് കുറയുമ്പോൾ മറ്റ് അവയവങ്ങൾ എല്ലാം കൂടെ കൂടി ആ ഭംഗി കുറഞ്ഞ അവയവത്തെ വെട്ടിക്കളയണോ? ഇങ്ങനെ ആണോ? മുഖം ഇത്തിരി ഇരുണ്ടിരിക്കുന്നു, മുഖം ഒന്ന് കണ്ടിച്ച് കളഞ്ഞേക്കാൻ ആരും പറയോ? ഇല്ല. അതിന് വെളുപ്പിക്കാനുള്ള വഴി നോക്കുന്നു. അങ്ങനെ വെളുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വിവിധമായ കൃപാവരങ്ങൾ ഒരു സഭയ്ക്ക് കൊടുക്കുന്നത് എല്ലാ അവയവങ്ങളോടും ഒന്നിച്ച് ശുശ്രൂഷിക്കുമ്പോഴാണ് ഇത് മനോഹരമായിട്ട് മാറുന്നത്. ഒരു സഭ മനോഹരമായിട്ട് മാറും. ഓക്കെ. അടുത്തത് മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരു വീര്യപ്രവൃത്തികൾ, മറ്റൊരു പ്രവചനം, മറ്റൊരു ആത്മാക്കളുടെ വിവേചനം, വേറൊരുവർക്ക് വിവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇങ്ങനെ കൃപാവരങ്ങളുടെ ബഹളമാണ് ഇത് സഭയ്ക്കകത്ത്. അപ്പൊ ഇതിൽ ഏതാ മൂത്ത കൃപാവരം? വലുത് ആരാണ്? കാട്ടിലെ സിംഹം? ആരുമില്ല. ഒറ്റ തല മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ കൊത്തനൂർ നാണം എന്താ പറയുന്നതിന് കൊത്തനൂർ, ഈ കൊത്തനൂർ AG സഭയിലെ അംഗങ്ങളാണ്. ഓക്കെ, ഇതാണ് കൊത്തനൂർ AG സഭ എന്ന് വിചാരിച്ചോ. ഏതാ ഇത്? ഈ കൈപ്പത്തി വിചാരിച്ചോ. ഇതിനകത്ത് എത്ര വിരലുകളുണ്ട്? 5. ഈ വിരൽ അനക്കുന്നത് ഈ കൈപ്പത്തി വിചാരിച്ചിട്ടാണോ തല വിചാരിച്ചിട്ടാണോ? പെട്ടെന്ന് പറ. അപ്പൊ ഇവിടെ പ്രവചിക്കുന്നത് ഈ സഭ കാരണമല്ല, പിന്നെ ആരാണ്? അപ്പൊ എല്ലാവരും കണക്റ്റായിരിക്കുന്നത് എങ്ങോട്ടാ? ഒരേ തലയിലേക്ക്. പക്ഷെ കൂടി വരുന്ന ഒരു ശരീരമായിട്ട്, അല്ലെ? ഭയങ്കര അത്ഭുതമല്ലേ ഇതിന്റെ മേക്കിങ്. അപ്പൊ ഒരാളൊരു വാക്ക് പറയുന്നത് മൗളിന്നാണ്, എല്ലാം വരുന്ന മൗളിന്നാണ്. കൊളോസ്യത്തിൽ പറയുന്ന ഓരോ അവയവവും തലയായവനിൽ നിന്നല്ലോ ശിരസായവനിൽ നിന്നല്ലോ അതതിന് വേണ്ട ഉദവി പ്രാപിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും ക്രിസ്തുവുമായിട്ട് കണക്ട് ആയിരിക്കുകയും അതേ സമയത്ത് തന്നെ ആ കൂട്ടായ്മയുടെ ഒരു അപ്പത്തിന്റെ അംശങ്ങളായിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ കൃപാവരങ്ങൾ, വിവിധങ്ങളായ കൃപാവരങ്ങൾ ഇവരിലൂടെ ഒഴുകി വരുന്നത്. ഞങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷ ചെയ്യുന്ന, എറണാകുളത്തെ ചർച്ചിൽ ശുശ്രൂഷ ചെയ്യുന്ന 20ഓളം പേരുണ്ട്. 20ഓളം പേരുണ്ട്. ആകെ 90 പേരുണ്ട് ആൾക്കാർ. 20ഓളം പേര് ശുശ്രൂഷകരാണ്. കഴിഞ്ഞ 7-8 വർഷമായി ഒരൊറ്റ അഭിപ്രായ വ്യത്യാസം പോലും ഞങ്ങൾ തന്നെ ഉണ്ടായിട്ടില്ല. ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ സച്ചിമാർക്ക് തിരിപ്പുണ്ട്. ഇവരെല്ലാം ഓരോരോ സഭയിലും മൂപ്പന്മാർ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ. ഇവരുടെ ഈ അടുത്ത വ്യാഴാഴ്ച തമിഴ്നാട്ടിൽ 9 ദിവസത്തേക്ക് പോവാ ശുശ്രൂഷ ചെയ്യാൻ.
ഒരു കോൺഫ്ലിക്റ്റ്, അഭിപ്രായ വ്യത്യാസം, അയാൾ എന്നാൽ അങ്ങനെ ചെയ്തല്ലേ എന്നൊരു ചോദ്യം പോലും ഇത്രയും നാളുണ്ടായിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് അത് ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരും തലയായവരിൽ നിന്ന് പ്രാപിച്ചു കഴിയുമ്പോൾ ഒരു തലയല്ലേ ഉള്ളൂ, ഒരു തലയല്ലേ ഉള്ളൂ. അപ്പൊ എത്രയും കൃപാവരങ്ങൾ വരുന്നു, അവിടെ ഒന്നും കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. എനിക്ക് കൃപാവരമുണ്ട്, എനിക്ക് രോഗശാന്തിവരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പാസ്റ്റിന്റെ മുകളിൽ കയറത്തില്ല. കാരണം എന്താ, എന്നെ ഏൽപ്പിച്ച പണിയെ ഞാൻ ചെയ്യുള്ളൂ. എത്ര മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? അപ്പോൾ ഓരോ കൃപാവരം എന്താണ്? അപ്പൊ നമ്മൾ ആരും കൃപാവരം അല്ലാത്തവരായി ദൈവം വെറുതെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഓക്കെ, അടുത്ത വാക്യം. ശരീരം ഒന്നും അതിനവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ. ഈ ഒരൊറ്റ വാക്യത്തിൽ മാത്രമാണ് ലേഖനങ്ങളിലോ അപ്പോസ്തല പ്രവർത്തനങ്ങളിലോ ആത്മസ്നാനം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിടത്തും ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന വാക്കില്ല. എന്താണ് ഈ ബാപ്റ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബാപ്റ്റിസത്തിനകത്ത് എപ്പോഴും ഒരു കൂടിച്ചേരലുള്ളത് അല്ലെ? യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായെന്ന. യേശു എന്തിനാ സ്നാനപ്പെട്ടത്? നീതി നിവർത്തിക്കാൻ. എന്തിനാ നീതി നിവർത്തിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ അല്ലെ? നമ്മളിലല്ലേ നീതി നിവർത്തിക്കാതെ കിടക്കുന്നത്? നമ്മളല്ലേ അനീതിയുള്ളവര് അല്ലെ? അപ്പൊ യേശു ക്രിസ്തു പറയാണ്, ഇങ്ങനെ സകല നീതി നിവർത്തിക്കേണ്ടത് നമുക്ക് ഉചിതം. അപ്പൊ കർത്താവ് ആരുടെ കൂടെ ചേർന്നത്? നമ്മുടെ കൂടെ ചേർന്നത് അല്ലെ? നമ്മളിൽ ഒരാളായിട്ടാണ് പിന്നെ കർത്താവ് നടക്കുന്നത്. അതുവരെ കർത്താവ് എങ്ങനെ നടന്നതെന്ന് വെളിയിൽ പറഞ്ഞിട്ടേ ഇല്ല. എന്നാൽ സ്നാനപ്പെട്ട അന്ന് മുതൽ കർത്താവിന് രഹസ്യ ജീവിതമില്ല. പ്രൈവറ്റ് ലൈഫ് ഉണ്ട്, പക്ഷെ എന്തില്ല? രഹസ്യ ജീവിതമില്ല. അപ്പൊ നമ്മോട് കൂടെ ചേർന്നു, നമ്മുടെ കൂടെ നടക്കും. അപ്പൊ നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ കൂടെ ചേർന്നു. ക്രിസ്തു സ്നാനപ്പെട്ടവൻ നമ്മുടെ കൂടെ ചേർന്നു, നമ്മൾ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നു. അപ്പൊ ആത്മാവിൽ സ്നാനപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ യഹൂദനും യവനനും സ്വതന്ത്രനും ദാസനും സ്ത്രീയും പുരുഷനും എല്ലാം ഒരേ ആത്മാവുള്ളവരായി യേശുക്രിസ്തു എന്ന ആ ശരീരത്തിന്റെ ഭാഗമായി കണക്റ്റഡ് ആകുന്ന ആ പ്രോസസ്സിനെയാണ് സ്നാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അന്യഭാഷ പറയുന്ന അല്ല സ്നാനം. സ്നാനം എന്ന് പറയുന്നത് ഈ കൂടിച്ചേരലാണ്. നിങ്ങൾ ഒരു സഭയുടെ അംഗമാണെന്ന് ആത്മാവ് നിങ്ങളെ കൂട്ടിയിണക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്നാനത്തിൽ കടന്നുപോയി എന്നതിന്റെ അർത്ഥം. അപ്പൊ ആ സ്നാനത്തിലൂടെ ആത്മാവ് എന്താ ചെയ്യുന്നത്? നമ്മളെല്ലാവരെയും ഒരു സഭയുടെ വിവിധങ്ങളായ അവയവങ്ങളാക്കി ഘടിപ്പിക്കുന്നു. അടുത്ത വാക്യം. ശരീരം ഒരവയവമല്ല പലതത്രേ. ഞാൻ കൈ അല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല. കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്നൊരു ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ള. നിങ്ങളൊരു കാര്യം ആലോചിക്കും, ഒരു പ്രവാചകനാണ് ഈ സഭ നടത്തുന്നതെങ്കിൽ ആൾക്കാരെല്ലാം ആഗ്രഹിക്കുന്ന പ്രവാചകനാകാനായിരിക്കും അല്ലെ? ശരിയല്ലേ? ആണോ? പിന്നെയുള്ള ശുശ്രൂഷത്തിന് മുഴുവൻ പ്രവാചകന്മാർ. അവിടെ ഉപദേഷ്ടാവ് ഉണ്ടാകുന്നില്ല, ഇടയനുണ്ടാകുന്നില്ല, പ്രവചനം മാത്രം. അപ്പൊ ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കൾട്ടുകളിലെല്ലാം ഒരു സെൻട്രൽ ഫിഗർ, ആ തല എന്ന് പറയുന്ന അവിടുത്തെ പാസ്റ്റർ. ആ പാസ്റ്ററുടെ കീഴിലാണ് ബാക്കി എല്ലാവരും ഉള്ളത്. അപ്പൊ പാസ്റ്ററെ സെർവ് ചെയ്യുന്നതാണ് അവരെ സംബന്ധിച്ച് ദൈവവേല. മനസ്സിലായോ? പാസ്റ്ററുടെ ബാഗ് എടുക്കുക, പാസ്റ്ററുടെ തലമുടി ഉഴപ്പിപ്പോയെങ്കിൽ തലമുടി കൊണ്ട് ചീ കൊടുക്കുക. ഇവരൊരു ദൈവത്തെ പോലെയാണ് ഇവർ അവതരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പ്രശസ്തമായ ഒരു ചർച്ചിലെ പാസ്റ്ററുടെ ഏറ്റവും അടുത്ത അനുയായി ആയ ഒരു പയ്യൻ മരിച്ചു. പ്രശസ്തനായ പാസ്റ്റർ, പേര് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും അറിയും, പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ പാസ്റ്റർ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? ആ പുള്ളിയുടെ അഭിഷേകത്തിന്റെ കീഴിലാണ് ഈ പുള്ളി എന്നാണ് ഇവരുടെ വിശ്വാസം. പക്ഷെ അത് മരിച്ചുപോയപ്പോൾ ആൾക്കാർ ചോദിച്ചു, പാസ്റ്ററോട് എതിർത്തുന്നാലാണല്ലോ സാധാരണ അപകടം ഉണ്ടാകുന്നതിന് പേടിപ്പിക്കുന്നത്. പക്ഷെ അനുകൂലമായിട്ട് കൂടെ നിന്ന് എല്ലാ പണികളും ചെയ്തു കൊടുത്ത് പാസ്റ്ററെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ മരിച്ചു പാടുള്ളൂ. അങ്ങനെ യങ്ങായിട്ടിരിക്കുമ്പോൾ 25-28 വയസ്സുള്ളപ്പോൾ പാടില്ലല്ലോ. എങ്ങനെ മരിച്ചെന്ന് പാസ്റ്റർ ചോദിച്ചാൽ പാസ്റ്റർ പറഞ്ഞ മറുപടി ഞാൻ അറിയാം, ഇന്നലെ വൈകിട്ടേ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ വിട്ടുപോയി അതൊന്നും എന്ന് പറഞ്ഞ് ഇത്രയും നാളവൻ ചാകാതിരുന്നതിന്റെ കാരണം
ഈ പുള്ളി പിതാവിലും. അപ്പൊ ആരാ? ക്രിസ്തു ആരാ? നിങ്ങൾ ആലോചിക്കുന്നത് ഇതിനകത്ത് അപകടം എന്താണ്? ഒരു സഭയിൽ കൃപാവരങ്ങൾ, നിങ്ങൾ പല പെന്തക്കോസ്ത് സഭ കണ്ടിട്ട് അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കരുത്. നിങ്ങൾ ഈ സഭയെക്കുറിച്ച് ചിന്തിക്കണം. ഈ സഭയെ ചിന്തിക്കാൻ നിങ്ങൾ വിചാരിക്കണം, എന്ത് വിചാരിക്കണം? ഞങ്ങൾ ഒരാളിലേക്ക് നോക്കുവല്ല, ക്രിസ്തുവിലേക്ക് നോക്കുവാണ്. ഈ ശുശ്രൂഷയിൽ ഞങ്ങൾക്കെല്ലാം ഒരേ പങ്കാളിത്തമാണുള്ളത്, ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അപ്പൊ കർത്താവ് തന്നിരിക്കുന്ന ജ്ഞാനത്തിന്റെ വചനമായാലും പരിജ്ഞാനത്തിന്റെ വചനമായാലും പറയണം, പങ്കുവെക്കണം. വെളിയിലിറങ്ങി സുവിശേഷവേല ചെയ്യാൻ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ പോകണം, ഇറങ്ങി ചെല്ലണം. അങ്ങനെ വരുമ്പോഴാണ് ഈ സഭ ഭയങ്കര പവർഫുൾ ആകുന്നത്. ഓക്കെ, അടുത്ത വാക്യം. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? എല്ലാവരും പ്രവാചകന്മാരായ പിന്നെ ആരോട് പ്രവചിക്കും? അടുത്തത്, ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. അപ്പൊ ഓരോ അവയവങ്ങളുടെ, അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ശുശ്രൂഷ എന്താണെന്ന് എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ എന്തിനാണ് ഈ സഭയോട് ചേർത്തിരിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഓക്കെ, അത് തിരിച്ചറിയുന്ന സ്ഥലമാണ് സഭ. ഈ സഭയിലെ നിങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടും നിങ്ങളുടെ ശുശ്രൂഷയോടുള്ള ആഭിമുഖ്യം കൊണ്ടും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അവരുടെ മേൽ എന്ത് ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ചർച്ച എറണാകുളത്ത് തുറന്നുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അന്നേരം അതിനെ ചർച്ച എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഉപദേഷ്ടാവാണ്. ഇടയൻ വന്നാലേ ചർച്ച വരുള്ളൂ. കാരണം ആളുകളെ പരിപാലിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ചർച്ച എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉപദേഷ്ടാവായിരിക്കുന്നിടത്തോളം കാലം അതൊരു ബൈബിൾ ക്ലാസ്സാണ്. ഇപ്പൊ ബൈബിൾ ക്ലാസ് ആയിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പൊ പല ആൾക്കാരും ഈ ന്യൂ ജനറേഷൻ കൾട്ടിൽ നിന്ന് വരുന്നവര്, ഹിന്ദു വിശ്വാസം നിന്ന് വരുന്നവര്, അങ്ങനെ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം സഭയായിട്ട് മാറിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇവരെങ്ങനെ മറ്റ് സഭകളിലോട്ട് വിടും? കാരണം ഇവര് പുതിയ നിയമത്തിന്റെ ഉപദേശം പഠിച്ച് പത്യോപദേശത്തോട്ട് എത്തിയ ആൾക്കാരെ എങ്ങനെ നമ്മൾ പിന്നെയും. ഇപ്പൊ ഞാൻ ആലോചിച്ച, കർത്താവ് നിന്റെ ഇഷ്ടമാണെങ്കിൽ പാസ്റ്ററൽ ഗിഫ്റ്റുള്ള ആരെങ്കിലും ദൈവം നീ അയക്കണം, ഇടയനായിട്ട് പ്രവർത്തിക്കാൻ ഗിഫ്റ്റുള്ള ആരെങ്കിലും നീ അയക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് അങ്ങനെ ശുശ്രൂഷ വരമുള്ള ആൾക്കാരെ ദൈവം പറഞ്ഞു വിടുന്നത്. അപ്പൊ സഭ പണിയുന്ന ആരാണ്? ദൈവമാണ്. അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബൈബിൾ കൂടെ പഠിച്ച ആളല്ല, പക്ഷെ അദ്ദേഹത്തിന് ആളുകളോടുള്ള കരുണ ഭയങ്കരമാണ്. ഞാൻ നോക്കുമ്പോൾ തളർന്നു കിടക്കുന്ന ആളുടെ അടുത്ത് പോയി ശുശ്രൂഷിക്കുന്നു, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. ആരാളും വിശ്വാസത്തിൽ ബലഹീനരാണെങ്കിൽ അവർക്ക് പ്രത്യേകമായി പോയി അവരെ വചനം പഠിപ്പിക്കുന്നു. കാരണം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പുതിയ വിശ്വാസികൾ വരുമ്പോൾ അവർ പഠിക്കണ്ടേ, അവർ ആദ്യം തൊട്ട് പഠിക്കണ്ടേ. ഇപ്പൊ ഒരു ആദ്യം തൊട്ട് പഠിപ്പിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നു, അതിന് ടീം ഉണ്ടാക്കുന്നു, പ്രാർത്ഥന അസംബ്ലി ചെയ്യിപ്പിക്കുന്നു, എല്ലാം അവർ തന്നെ ചെയ്യുന്നു. കാരണം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നത്. അവരും കൂടെ ഒന്നും ചെയ്യാതായപ്പോൾ ഒന്നും ഇല്ലാതായിരുന്നു. അപ്പോൾ ആ കൃപാവരങ്ങൾ അവരിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സഭ തുടങ്ങാൻ സമയമായിരിക്കും. കാരണം എന്താണ്? ഇടയൻ വന്ന ചർച്ച തുടങ്ങി. അപ്പോൾ രണ്ട് ശുശ്രൂഷയായി. എന്താ? ഒന്ന് ഉപദേഷ്ടാവ്, മറ്റൊന്ന് ഇടയൻ. ആ രണ്ടുപേരും വന്നു. ഇനി മൂന്നാമത് ഇനിയാണ് സുവിശേഷകൻ വേണം. അല്ലെങ്കിൽ എല്ലാവരും വരും, വചനം കേൾക്കും, പോയി കിടന്നുറങ്ങും, വരും, വചനം കേൾക്കും, പോയി കിടന്നുറങ്ങും. അപ്പം ഞാൻ ഈ പാസ്റ്ററൽ ഇടയ ശുശ്രൂഷയുള്ള ആ അങ്കിളിനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകണം. കാരണം നല്ല പണിയായിരിക്കും. അദ്ദേഹം പോകാത്ത കാടുകളില്ല, വനങ്ങളില്ല, എന്ന വഴികളില്ല, എല്ലായിടത്തോളം കൂടി പോകും, പ്രായമായ പോലും. അപ്പൊ ഞാൻ പറഞ്ഞ കുറെ പിള്ളേരെ വിളിച്ചോളൂ. ഇനി ഇവർക്ക് ഏതെങ്കിലും ആ കൃപാവരം ഉണ്ടെങ്കിൽ ആ അങ്കിൾ അവരെ ട്രെയിൻ ചെയ്തോളൂ. അവരുടെ കൂടെ നടക്കുമ്പോൾ അവരത് പഠിക്കും. ഉപദേഷ്ടാവാനുള്ള കൃപാവരമാണെങ്കിൽ എൻ്റെ കൂടെ നടന്ന് അവരത് പഠിക്കും. ഇനി സുവിശേഷകനാകാനുള്ള കൃപാവരമാണെങ്കിൽ കുറെ പിള്ളേർ ആ കൃപാവരമുള്ളവരാണെങ്കിൽ ആ സുവിശേഷകനാകാൻ ലീഡ് ചെയ്യുന്ന ആളുടെ കൂടെ പോയി അവർക്ക് ശിഷ്യപ്പെട്ട് അവർ പറയുന്നത് കേട്ട് അത് പഠിക്കും. എങ്ങനെയുണ്ട്? അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, കർത്താവ് സുവിശേഷം പറയാൻ കഴിയുള്ള ആരെയും കാണുന്നില്ല. ഇത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കോവിഡിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഈ ഉപദേഷ്ടാവുണ്ട്, ഇടയനുണ്ട്, പക്ഷെ ആളുകൾ വരണ്ടേ, സുവിശേഷം കേൾക്കണ്ടേ? ഇതുവരെ കേട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് സുവിശേഷം എത്തണമല്ലോ. അപ്പൊ അതിനുള്ള കോളിംഗ് ഉള്ളവർ വേണമല്ലോ, വേണ്ടേ? അങ്ങനെ ഇരിക്കുകയാണ് റാഡിക്കൽ മിഷൻ. റാഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പോലും നിൽക്കില്ലാത്ത രീതിയിലുള്ള സുവിശേഷ വേല. തമിഴ്നാട്ടിലെ വേല, നോർത്ത് ഇന്ത്യയിൽ 1-2 സ്ഥലങ്ങൾ, സിറിയ, ഈജിപ്റ്റ്, മൊറട്ടാനിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകുന്ന മിഷണറിമാർ. അപ്പൊ ഞങ്ങൾ എന്ത് പ്രതീക്ഷിച്ചോ അതിന്റെ മുകളിലാണ് ദൈവം ഇത് കൂടിക്കൊണ്ടേ കണക്ട് ചെയ്ത് വെച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവം സഭയെ പണിയുമ്പോൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃപാവരങ്ങളിലെല്ലാം ഇപ്പൊ ഞാനാണ് അവിടുത്തെ മിഷണറിയെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ ഞാൻ ആന്ധ്ര വരെ പോയ കഥ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ നടക്കുന്ന ആന്ധ്രയിൽ നിന്നൊന്നുമല്ല. കാരണം ആന്ധ്രയിൽ ഇഷ്ടംപോലെ പാസ്റ്റർമാർ എല്ലാ കഥയും പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ആന്ധ്രയ്ക്ക് അതാണ് മിഷൻ അല്ല.
മിഷണറിമാർ യഥാർത്ഥ മിഷണറിമാർ വരണം. അപ്പോൾ അവരാ കാര്യത്തിൽ എന്നേക്കാൾ ബലമുള്ളവരാണ്, എന്നേക്കാൾ വിശ്വാസമുള്ളവരാണ്, എന്നേക്കാൾ മരണത്തെ പേടിയില്ലാത്തവരാണ്. ദൈവം എഴുന്നേൽപ്പിക്കുന്നതാണ്. ഇവിടെ പല ആൾക്കാരങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷെ അവർക്ക് പേടിയാണ്. എന്താ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ ഇതാ ശരിയാവും, ഇങ്ങനെ അങ്ങ് പൊക്കോളാം, ഇതാ നല്ലത്. ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, പാസ്റ്റർ എത്ര പ്രസംഗിച്ചാലും വിശ്വാസിക്ക് കുഴപ്പമില്ലെങ്കിലും വേറൊരു വിശ്വാസി കയറി പ്രസംഗിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അത്രയും കൊണ്ട് ഇഷ്ടപ്പെടത്തില്ല. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അച്ചായിരുന്നു ഉണ്ടായിരുന്നത് പാസ്റ്റർ പ്രസംഗിക്കണ്ട, കേട്ടില്ലേ? ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ സാധാരണ ഇതിൽ അങ്ങനെയാണ്. അതുകൊണ്ട് പാസ്റ്റർ ശല്യത്തിന് പോകാറില്ല. എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയെങ്കിലും പ്രസംഗിപ്പിച്ച് വഴക്കുണ്ടാക്കുന്നതിനേക്കാളും നല്ലത്, സഭ തല്ലിപ്പൊളി ആവുന്നതിനേക്കാളും നല്ലത് വേണ്ടാന്ന് എനിക്ക് കൺവീനിയൻസ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഈ അന്ത്യകാലത്ത് അടുത്ത തലമുറയിലേക്ക് ഈ സുവിശേഷം എത്തണമെങ്കിൽ ഒരു ഡൈനാമിക്കായ ഒരു സഭ നമുക്ക് വേണമെങ്കിൽ, ഒരു ഫങ്ഷൻ ചെയ്യുന്ന സഭ നമുക്ക് വേണമെങ്കിൽ, ഓക്കെ, സഹായിക്കാനുള്ള വരം, ഫോർ എക്സാമ്പിൾ സഹായിക്കാനുള്ള വരം നിങ്ങൾക്കുണ്ടോ ഇല്ലോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നിങ്ങളെ കാശുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് സഹായിക്കാനുള്ള വരമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര കാശ് ദൈവം തരികയില്ല. ഇത് വെള്ളം കുടിക്കില്ല. അപ്പോൾ ഒരു വിശ്വാസിക്ക് ഇങ്ങനെ കാശ് കിട്ടിക്കൊണ്ടിരിക്കുക, ബിസിനസ്സിലോടെല്ലാം നല്ലപോലെ കാശ് വരുന്നുണ്ട്, അവന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? സഹായിക്കാനുള്ള വരം പുള്ളിക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്. പക്ഷെ പുള്ളി വിചാരിക്കുന്ന ഈ പ്രസംഗം എല്ലാം കേട്ടിട്ട് ഇത് പുള്ളിക്ക് വീട് പണിയാനുള്ള അനുഗ്രഹമാണെന്നാണ് വിചാരിക്കുന്നത്. ദാറ്റ്സ് ഹിസ് പ്രോബ്ലം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പലവിധമായ കൃപാവരങ്ങൾ ഒരു സഭയോട് വന്നു കഴിയുമ്പോൾ സഹായിക്കാനുള്ള വരം നമ്മുടെ ഇടയിൽ ഇപ്പോൾ പാവപ്പെട്ടവരുണ്ടാവില്ല. കാരണം സഹായിക്കാനുള്ള വരം ഉണ്ട്, പിന്നെ എങ്ങനെ പാവപ്പെട്ടവരുണ്ടാകുന്നത്? അപ്പോൾ ഒരു ചർച്ചിൽ ജീവിച്ചു പോകാനുള്ള സമ്പത്ത്, ഒരു ചർച്ചിൽ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപാവരങ്ങൾ, ഒരു ചർച്ചിൽ എന്തെല്ലാം ഫംഗ്ഷൻ നടക്കണോ അതിനു വേണ്ടതെല്ലാം ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാതെ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സഭ ബലഹീനമായിട്ട് മാറും. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്ന് ഓരോരുത്തരും കർത്താവിന്റെ ചോദിക്കണം, എന്റെ കർത്താവെ ഞാൻ എന്തൊക്കെ കുഴിച്ചിട്ടുണ്ടെന്ന് എന്നെ കാണിച്ചു തരണം. അപ്പൊ ആൾക്കാരുടെ വിശ്വാസം, പാസ്റ്റർ പറഞ്ഞത് എല്ലാവരും അവരുടെ കൃപാവരങ്ങൾ വിനിയോഗിക്കണം, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പ്രസംഗിക്കാൻ പോകണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേജിന് മുകളിലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് ആകെ ശുശ്രൂഷയുടെ 10% പോലും വരുന്നില്ല. സ്റ്റേജിൽ നിന്നുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്, ഈ പ്രസംഗം എന്ന് പറയുന്ന ശുശ്രൂഷ 10% പോലും, അതായത് സഭയുടെ ആകെ മൊത്തം ടോട്ടൽ ശുശ്രൂഷയുടെ ഒരു 10% പോലും ഇല്ല ഈ സ്റ്റേജിലെ ശുശ്രൂഷ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ പറയുന്ന വചനമൊന്നും ആർക്കും മനസ്സിലാവുന്നൊന്നുമില്ലായിരുന്നു. അവര് ഈ പ്രസംഗം കേട്ട് പിന്നെ ഹാർവസ്റ്റ് ടിവിയിൽ വേറെ പ്രസംഗം കേൾക്കും, അത് കഴിഞ്ഞ് പവർ വിഷനിൽ വേറൊന്ന് കേൾക്കും, അത് കഴിഞ്ഞ് ഏതെങ്കിലും ചർച്ചിൽ പോയി പിന്നെ ഒന്ന് കേൾക്കും. ഇപ്പൊ ഇതിൽ ഏതാ സത്യം എന്ന് അറിയാതെ കൺഫ്യൂഷൻ ഇരിക്കുമായിരുന്നു. ഇത് എങ്ങനെയാ എല്ലാവരും സഭയിൽ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇറങ്ങി നടന്ന് പഠിപ്പിക്കാൻ അതിനകത്ത് ആളുണ്ടായെന്നുള്ളതാണ്. എന്നെ കൂടാതെ അനേകം ആളുകൾ രണ്ടുപേർക്ക് മനസ്സിലായില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരതൊക്കെ പഠിപ്പിക്കുക. അപ്പൊ ഇനി ശുശ്രൂഷയ്ക്ക് കൃപാവരങ്ങൾ കിട്ടിയവരെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവർ ഓൾറെഡി വചനം അവിടെ എത്തിക്കഴിഞ്ഞു. നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ പങ്ക് നമ്മൾ സഭയിൽ ചെയ്തു കഴിയുമ്പോൾ ആ സഭ വളരെ സ്ട്രോങ് ആവും, നമ്മുടെ ശുശ്രൂഷ വർദ്ധിക്കും, നമ്മൾ കർത്താവ് നമുക്ക് തന്നെ അതിമഹത്തായ കൃപാവരങ്ങളെ കുഴിച്ചിട്ടവരായിട്ട് മാറുകയുമില്ല. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ എങ്ങനെ സംഭവം നടക്കുന്നതെന്ന് എന്ന് വരുന്നറിയാൻ വരാൻ പറ്റുവാണെങ്കിൽ. ഓക്കെ. അപ്പൊ ഈ താഴെ കുറെ അവയവങ്ങൾ പറയാം. 23-ാം വാക്യം നോക്കി. 22, ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. അപ്പൊ ചില ആൾക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ലായിരിക്കും, പക്ഷെ അവരെ അവിടെ ആവശ്യമുണ്ട്. ഓക്കെ. അപ്പൊ പണ്ട് ഈ നമ്മുടെ ശരീരത്തിൽ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞൊരു അവയവമുണ്ട്. ഈ ഒരു അപ്പൻഡിക്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ മാത്രം ഉപയോഗം ആർക്കും അറിയാമില്ല, ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് ആകെ ഒരു ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കല്ലും മണ്ണും അതൊക്കെ വന്ന് അടിഞ്ഞിട്ട് ഇത് പഴുത്ത് അവസാനം വയറുവേദന എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുറിച്ചു കളയേണ്ട ഒരു കേസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. ആകെ ഉപദ്രവം മാത്രമേ ഉള്ളൂ, പക്ഷെ എല്ലാവർക്കും ഈ സാധനമുണ്ട്. പക്ഷെ ശാസ്ത്രം ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ട് എല്ലാവരും വെജിറ്റേറിയൻസ് ആയിരുന്ന കാലത്ത്, മനുഷ്യൻ പണ്ട് വെജിറ്റേറിയൻ ആയിരുന്നുള്ളതിന്റെ അടയാളമാണിത്. ബൈബിൾ അങ്ങനെ പറയുന്നത്. നോഹയുടെ കാലം വരെ ഈ മനുഷ്യനെ ദൈവം വെജിറ്റേറിയൻ ആയിട്ട് സൃഷ്ടിച്ചത്, വെജിറ്റേറിയൻ ആയിട്ടല്ല ഫ്രൂട്ടേറിയൻ ആയിട്ട് സൃഷ്ടിച്ചത്.
അവന് തിന്നാൻ പറ്റുന്നത് എന്താണെന്നറിയാം? പഴം മാത്രമേ ഉള്ളൂ. അല്ലെ എന്തെങ്കിലും ധാന്യങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് തിന്നാൻ പറ്റുന്നു. അല്ലാതെ സിംഹം പോയി ആക്രമിച്ച് തിന്നുന്ന പോലെ നമുക്ക് പശുവിനെ ഇങ്ങനെ ആക്രമിച്ച് തിന്നാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെ പോകുമ്പം അതാ ഒരു കോഴി ചാടി വീണു, എല്ലാം മറിച്ച് കളഞ്ഞു, കടിച്ച് തിന്നാൻ പറ്റുമോ? മനുഷ്യന് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തുകൊണ്ട്? വല്ല മണികൾ, പയർമണികൾ, അല്ലെ ഫ്രൂട്ട്സ്, ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സമ്മതിച്ചോ? പിന്നെ ഈ വെള്ളപ്പൊക്കം വന്നെല്ലാം നശിച്ചു പോയി കഴിഞ്ഞപ്പം കൂടെയുള്ള ആടിനെയൊക്കെ അറുത്ത് തിന്നോളാൻ കറുത്താ പറഞ്ഞ ഒരു കൺസെഷൻ ആയിട്ട് നോവൽ പറഞ്ഞു. അതുവരെ ഈ പരിപാടി ഇല്ല. അപ്പോൾ അന്ന് ഈ വെജിറ്റേറിയൻ ആനിമൽസിനുള്ള ഒരു സാധനമാണ് ഈ വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്ന സാധനം. അത് ഈ മനുഷ്യൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. നമ്മൾ ഇതെല്ലാം തിന്നുന്നതുകൊണ്ട് നമുക്ക് വലിയ ഉപയോഗം വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെയാണ്? എല്ലാത്തിനും ഏറ്റവും ബലം കുറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന ആൾക്കും അതിൻ്റെതായ ഒരു പ്രയോജനമില്ലാതെ വയസ്സായ ഒരു അമ്മച്ചി അനേകം ആൾക്കാരെ രക്ഷിക്കപ്പെടുത്തിയ ഒരു കഥ നിങ്ങൾക്ക് അറിയിക്കേണ്ടത്. ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കാരി പ്രസംഗം കഴിഞ്ഞ് എല്ലാ കൺവെൻഷൻ പുള്ളിക്കാരി പോകും. അപ്പം അവസാനം രക്ഷിക്കപ്പെട്ടൊരു കൈവക്കാൻ പറയുമ്പോൾ എല്ലാവരും മടിച്ചിരിക്കുമ്പോൾ ഈ അമ്മച്ചി എല്ലാ യോഗത്തിനും രക്ഷിക്കപ്പെട്ട ആളാണ്. ഏത് യോഗത്തിന് പാസ്റ്റർ കൈവക്കാൻ പറഞ്ഞാൽ അമ്മച്ചി കൈവക്കും. അപ്പം എല്ലാവരും വിചാരിക്കുന്ന അന്നേരം അമ്മച്ചി രക്ഷിക്കപ്പെട്ടതാണ്. അമ്മച്ചി എല്ലാ യോഗത്തിനും രക്ഷിക്കപ്പെടുന്നതാണ്. ഈ അമ്മച്ചി കൈ പോക്കുമ്പോഴാണ് ബാക്കി എല്ലാവരും ധൈര്യമായിട്ട് കൈ പോക്കുന്നത്. അനേകം ആൾക്കാരെ കൈ പോക്കിച്ച അമ്മച്ചി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രയോജനം ചെയ്യുന്നാൽ അതിൻ്റെതായ ഒരു പ്രയോജനം ആ ആളെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രചോദനം. നിങ്ങൾ പറയുന്ന മണ്ടത്തരമായിരിക്കും, പക്ഷെ നിങ്ങൾ എഴുന്നേറ്റെന്ന് പറയുമ്പോൾ മണ്ടത്തരം പറയാനുള്ള ധൈര്യമാണ് അനേകം ആൾക്കാർ കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ അത് ചെയ്തു കഴിയുമ്പം ആ കൃപയുള്ള ആൾക്കാർ ഉള്ളിൽ കത്തും. അവൻ പറഞ്ഞു വെറും മണ്ടത്തരമായിപ്പോയി, പക്ഷെ എൻ്റെ ഉള്ളിൽ ദൈവം കൃപ തന്നിട്ടുണ്ട്, എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കാണല്ലോ. ഒന്നും അറിയാൻ വയ്യാത്ത അവൻ എഴുന്നേറ്റ് അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത്രയും അറിയാമല്ലോ, ഞാൻ കുറച്ചെങ്കിലും പറയണ്ടേന്ന്. പൊടി കിട്ടിയാ? ഓക്കെ, അടുത്ത വാക്യം. അഴകുള്ള അവയവങ്ങൾക്ക് ആവശ്യമില്ല. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ട് വിഷയമില്ലെങ്കിലും ഈ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്താ ഡയറി? അപ്പം ഞാൻ ആദ്യമൊക്കെ ഡയറി എന്ന് നല്ല വിചാരിച്ചിരുന്നു. പിന്നെ ഈ സൈഡിൽ നിന്ന് നര വന്നപ്പോഴാണ് മനസ്സിലായത് അല്ലെന്ന്. ഇപ്പൊ ഡൈ ചെയ്തില്ലെങ്കിലും നമുക്ക് അഴക് ആവശ്യത്തിനുണ്ടെന്നൊരു തോന്നലുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ ഡൈ ചെയ്യേണ്ട കാര്യമില്ല. പോരാ കുറച്ചും കൂടെ ഒന്ന് ഒരു ആത്മവിശ്വാസം തോന്നാതിരിക്കുമ്പോഴാണ് നമ്മളിതെല്ലാം വായി ഒരു പൂശുന്നത്. മനസ്സിലായി? നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് കംഫർട്ടബിൾ ആണെങ്കിൽ, നമ്മുടെ കഷണ്ടി കൊണ്ട് കംഫർട്ടബിൾ ആണെങ്കിൽ വിഗ് വയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരെ? ശരിയല്ലേ? അതേ സമയത്ത് നമുക്ക് അത് പോരാ, ആൾക്കാരുടെ മുന്നിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും വെച്ച് അലങ്കരിക്കും. ഇവിടെ പറയുന്നത് അഴകുള്ള അവയവങ്ങൾക്ക്. അത് അഴകുണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ പിന്നെ എന്താ ആവശ്യമില്ല, പ്രത്യേകിച്ച് അതിന് ഡെക്കറേഷൻ ഒന്നും. ഇപ്പൊ ഒരു മീശ വയ്ക്കാതെ തന്നെ ഞാൻ കൊള്ളാൻ തോന്നുവാണെങ്കിൽ പിന്നെ അവിടെ ഒരു മീശ തിരിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെയാണ്? ഇനി മീശ ഉള്ളത് ഇങ്ങനെ ഇരുന്നോട്ടെ, നല്ലതാണെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അത് പഠിച്ചറിയേണ്ട കാര്യം. അടുത്തത് അപ്പൊ ശരീരത്തിനകത്ത് ഭിന്നത വരരുത്. അതാണ് ഒരു സഭ കർത്താവ് നടത്തുന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളം. അപ്പൊ നമ്മൾ എത്ര കൃപാവരങ്ങൾ ഒരു സഭയിൽ പ്രയോഗിക്കപ്പെട്ടാലും ഭിന്നത ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. നമുക്ക് കർത്താവിനെ ഉയർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു മിനിസ്ട്രി തുടങ്ങണമെന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മിനിസ്ട്രി സ്വന്തമായിട്ട് തുടങ്ങണമെന്ന്? ഇതുപോലൊരു അബദ്ധം ലോകത്തില്ല. ഒരിക്കലും നമുക്കൊരു മിനിസ്ട്രി എന്ന് പറയുന്നൊരു സാധനം ഇല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്താവിൻ്റെയാണ് ശുശ്രൂഷ. പല ആൾക്കാരും പറയുന്നത് പാസ്റ്ററുടെ അസിസ്റ്റന്റായിട്ട് കുറെ നാളിരുന്ന് ഞാൻ സ്വന്തം മിനിസ്ട്രി തുടങ്ങാൻ പോകും. അങ്ങനെ ഒരു സാധനം ഇല്ല. ഇതെല്ലാവരും വിചാരിക്കുന്നത് കുടിൽ വ്യവസായമാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ശുശ്രൂഷകളും കർത്താവിന്റെ സഭയോടാണ്. സഭയ്ക്ക് ആത്മീക വർധന വരുത്താനും വിശുദ്ധന്മാർക്ക് റിസ്റ്റോറേഷൻ ഉണ്ടാക്കാനും വേണ്ടിയാണ് എല്ലാ ശുശ്രൂഷകളും. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ സഭയിൽ അംഗമായിരിക്കുന്നു, എല്ലാ ഞായറാഴ്ചയും വരുന്നു, എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഒരു അവയവം എന്നുള്ള രീതിയിൽ ഞാൻ ആരാണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിന് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ
തയ്യാറാണ്. കാരണം എന്നിലൂടെ നിന്റെ നാമം മഹത്വപ്പെടുകയും ശരീരം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യണം. ഒരവയവം തളർന്ന് ഫ്രോസൺ ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഒരു ശരീരത്തിൽ ഒരവയവം ബലഹീനമായി പോയാൽ ആ ശരീരത്തിന് മുഴുവനാണ് ഭാരം. നിങ്ങൾക്കറിയാം, എനിക്ക് യൂറിക് ആസിഡ് കൂടിയിട്ട് എൻ്റെ പെരുവിരല് അനക്കാൻ പറ്റുന്നില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഈ അനങ്ങാൻ വയ്യാത്ത പെരുവിരലുമായിട്ട് ഞാൻ ഒരു 450 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. പെരുവിരലില്ലാതെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ ബ്രേക്ക് എടുത്ത് ചവിട്ടണം, കാരണം ഇങ്ങനെ വളഞ്ഞു വന്ന് വരില്ല. അപ്പൊ വണ്ടി പതുക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. ബ്രേക്ക് എടുത്ത് ചവിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാൻ പറ്റില്ല. വളരെ സ്ലോ ആയിട്ട് എത്ര കിലോമീറ്ററുകൾ മണിക്കൂറിൽ ഞാൻ വണ്ടി ഓടിക്കും. അപ്പൊ കാലിന് മാത്രമാണ് വേദന, മുഴുവൻ ശരീരവും ഭാരപ്പെടുക. തലയാണ് ഏറ്റവും ഭാരപ്പെടുന്നത്. എന്ത് ചെയ്യും, എപ്പോൾ ചെല്ലും. ആ വിരലങ്ങ് വെട്ടിക്കളഞ്ഞേക്കാൻ ചിന്തിക്കുമോ? അപ്പൊ ശരീരം എന്നുള്ളൊരു കാഴ്ചപ്പാട് കർത്താവിന്റെ സഭയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. ആർക്കെങ്കിലും ഒരു വേദന വരും, ഒരു ശരീരത്തിന് ഒരു ഫിംഗറിന് വേദന, അത് നമ്മളെ സഹായിച്ചിരിക്കും. നമുക്ക് സഹായിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു അവയവം പട്ടിണി കിടക്കാൻ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് വി ആർ വൺ. ഇതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. വി ആർ വൺ. ഒരാൾ സഫർ ചെയ്യുമ്പോൾ നമുക്കത് വേദനയാണ്. ഒരെണ്ണം നിഷ്ഫലമായി പോയാലും വേദനയാണ്. ഈ ചെറിയ ഫിംഗർ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോരായ്മയാണ് ശരീരത്തിന്. അപ്പൊ നമ്മൾ അനങ്ങാതിരിക്കുമ്പോൾ, നമ്മൾ നിഷ്ഫലരായിരിക്കുമ്പോൾ, നമ്മൾ ഫ്രോസൺ ആയിരിക്കുമ്പോൾ, നമ്മൾ സുവിശേഷ വേല ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സഭയെ ബലഹീനമാക്കുകയാണ് ചെയ്യുന്നത്. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പോൾ ഒരു സഭ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അനേകം കൃപാവരങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യും. അതേസമയം നിങ്ങളൊരു കാര്യം ഓർക്കണം, എല്ലാവരും ഒരുപോലെ ആണെങ്കിലും സഭയിലെ എൽഡർഷിപ്പ്, ഇടയൻ, ഇവരെല്ലാവരും അവിടെ ഉണ്ട്. അവർക്ക് ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യാനും അവർക്ക് ആളുകളെ ഗൈഡ് ചെയ്യാനും പറ്റും. പക്ഷെ ഇതെല്ലാം ശുശ്രൂഷകളാണ്. ഓക്കെ, ഈ ശുശ്രൂഷകളെല്ലാം ആത്മാവും തരുന്നതാണ്. ഓക്കെ, 26-ാം വാക്യം. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവയവമൊക്കെയും കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും സന്തോഷിക്കുന്നു. അപ്പോൾ ഒരാൾ പറയാണ്, അവൻ എന്താ മസിലാണ്. അപ്പം കണ്ണും മൂക്കും ഒഴുകുന്നത് പറയാം, അവന് മസിലാണെന്ന് പറഞ്ഞുള്ള പുകഴ്ചയുണ്ട്. ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പറയുള്ളൂ. കണ്ണിനും ചെവിക്കും എല്ലാം സന്തോഷമല്ലേ? ചെവിക്കത് കേൾക്കുന്ന സന്തോഷമല്ലേ? ആണോ? അപ്പോൾ ഒരവയവം സന്തോഷിക്കുമ്പം മാനം കിട്ടുന്നു. നമ്മുടെ മോനും അപ്പുറത്തെ വീട്ടിലെ മോനും പരീക്ഷ എത്തി. എൻ്റെ മോനേക്കാൾ അധികം മാർക്ക് ആ കൊച്ചിന് കിട്ടി. സന്തോഷമല്ലേ? ആണോ? അല്ലയോ? ആർക്കറിയാം? അപ്പൊ ആത്മാവ് ഒന്നാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അവിടെയാണ് നമ്മൾ അസൂയയും കുശുമ്പിനെയും എല്ലാം തോപ്പിക്കുന്നത്. ഈ ആത്മാവിന്റെ വരങ്ങളാലാണ്. ഈ ആത്മാവ് നമ്മളിൽ ഒരേ ആത്മാവ് ചിന്തിച്ചു കഴിയുമ്പോൾ ആ യൂണിറ്റി. അപ്പൊ ആരെ വെറുക്കാൻ നമുക്ക് പറ്റില്ല, ആരെ തള്ളിക്കളയാൻ പറ്റത്തില്ല. സംബന്ധിച്ചോ? അപ്പൊ ഒരു സഭയ്ക്കകത്ത് ആരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അയാൾക്ക് ഇത്തിരി ക്വാളിറ്റി കുറവായിരിക്കും, അയാൾ വളരുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ ക്ഷമയോടെ കാത്തിരിക്കണം. ഒരു കാലിന് ഇടർച്ച ഉണ്ടായി, ബൈക്കിൽ നിന്ന് വീണു, കാലൊടിഞ്ഞു. അപ്പോൾ ഒരാൾ വയ്യാതായി. അപ്പോൾ നമ്മൾ ബാക്കി ശരീരം എല്ലാം കിടപ്പാ അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ബ്രദറിന് ബൈക്ക് വണ്ടിയിൽ നിന്ന് ഇടിച്ചു, വേറെ വണ്ടിയിൽ നിന്ന് ഇടിച്ചു. കാൽമുട്ടിന് പരിക്കേറ്റു. കാൽമുട്ട് മാത്രമല്ല കട്ടിലേക്ക് കിടക്കുന്നത്, ശരീരം മുഴുവൻ കട്ടിലേക്ക് കിടപ്പാ. ഇനി കാൽമുട്ടും കൂടെ നന്നായിട്ടേ അവനവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ. ഒന്ന് ആലോചിക്കുക, അവയവത്തോടുള്ള കൺസേൺ എത്രയാണ്. ആ അവയവം ശരിയാവാൻ വേണ്ടി മുഴുവൻ ശരീരം കഷ്ടം അനുഭവിക്കണം. അപ്പൊ ഒരു ശരീരം എന്നുള്ളൊരു കാഴ്ചപ്പാട്. അതുകൊണ്ട് അപ്പം നുറുക്കുമ്പോൾ നമ്മൾ പറയുന്നത്, ഞങ്ങൾ പലരാണ് കർത്താവെ, പക്ഷെ ഒരു ശരീരമാണ്. ഞങ്ങൾക്ക് ഒരു ആത്മാവേ ഉള്ളൂ, ഒരു കർത്താവേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ, ഒരു പ്രത്യാശയേ ഉള്ളൂ. ഞങ്ങൾ ഒന്നായി നീ ചേർത്ത് ഈ അപ്പം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. പല കൃപാവരങ്ങളുള്ള ആളുകൾ ഒന്നിച്ച് ചേർത്ത് ഒരു സഭയായിട്ട് ഞങ്ങളെ പണിതതിനായിട്ട് സ്തോത്രം. ഒരു സഭയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നറിയാം ഈ കൃപാവരങ്ങളാൽ പണിയപ്പെടുകയാണെങ്കിൽ. അതുകൊണ്ട് ഈ സഭ എന്ന് പറയുന്നൊരു കൺസ്യൂമർ പ്രസ്ഥാനമല്ല, കസ്റ്റമറെ പോലെ അല്ല ഇവിടെ വരേണ്ടത്. ഇന്ന് കസ്റ്റമറെ പോലെ വരുന്നില്ല ആൾക്കാരെ, അല്ലേ? ഓരോ ചർച്ച് ഓരോ ബിസിനസ് പോലെ അവിടെ വരുന്ന ആൾക്കാർ കസ്റ്റമേഴ്സിനെ പോലെ വരുന്നത്. ആ പാസ്റ്ററുടെ പ്രാർത്ഥനയൊന്നും അത്ര എഫക്റ്റീവ് അല്ല, പുള്ളി കുറേ നാൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ വിഷയമൊന്നും ശരിയായില്ല, പൈസ കൊടുത്തൊക്കെ വെറുതെയാണ്. ഇപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് പുള്ളി അടുത്ത കുറച്ചും കൂടെ വലിയ ബ്രാൻഡുള്ള ചർച്ചിലിട്ട് പോയി നോക്കാം, അവിടുത്തെ പാസ്റ്റർക്ക് പൈസ കൊടുത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് കസ്റ്റമേഴ്സാണ്, മൊത്തം കസ്റ്റമേഴ്സ്. ഒരു ചർച്ച ശരിയായില്ലെങ്കിൽ അവർ അടുത്ത ചർച്ചയിൽ പോകും. കാരണം എന്താ? അവർ ശുശ്രൂഷിക്കാൻ പോകുന്നതല്ല, ശുശ്രൂഷ ഇങ്ങോട്ട് വാങ്ങിക്കാൻ പോകുന്നതാണ്. സമ്മതിച്ചോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
കസ്റ്റമേഴ്സ് വരാൻ വേണ്ടി ഈ ബിസിനസ്സുകാരൻ കാത്തിരിക്കും. നല്ല മ്യൂസിക് ഇൻസ്ട്രുമെൻ്റൊക്കെ വെച്ച്, നല്ല പ്രസംഗമൊക്കെ പ്രിപ്പയർ ചെയ്ത് 5-6 കഥകളൊക്കെ സംഘടിപ്പിച്ച് നല്ല പ്രസംഗം പറഞ്ഞു. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ശൈലിയൊക്കെ ഉണ്ടാക്കി, വൈബ്രേഷനൊക്കെ ഉണ്ടാക്കി ഇവർ കാത്തിരിക്കുക. മാർക്കറ്റിങ്ങാണ്. അപ്പോൾ അത് വരുമ്പം ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഇവിടെ പോയേക്കാം, ഇവിടെ ദശാംശം ഇട്ടാലും നഷ്ടമില്ല. ഇങ്ങനെയാണ് ഇന്ന് ചർച്ചകൾ നടക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇനി ശുശ്രൂഷ അനുഭവിക്കാൻ വരുന്നവരാണ്. അതേ സമയത്ത് തന്നെ മറ്റ് അവയവങ്ങളെ ശുശ്രൂഷിക്കാൻ വരുന്നവരുമാണ്. ഈ പാസ്റ്റർക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. എല്ലാവരുടെയും ശുശ്രൂഷകൾ ഒന്നിച്ച് കോർഡിനേറ്റഡ് ആകേണ്ടത് ആവശ്യമാണ്. ഈ പാസ്റ്റർ ഓരോ വില്ലേജിൽ പോകുമ്പോൾ നിങ്ങളവിടെ കൂടെ പോയി പാസ്റ്റർ ഇന്ന് വരുന്നില്ലെങ്കിൽ ഞാൻ പോകാം എന്ന് പറഞ്ഞ് പോകാൻ സഹോദരങ്ങളും പിള്ളേരെല്ലാം മുമ്പോട്ട് വരണം. വേണ്ടേ? ഒന്നിച്ച് കർത്താവിന്റെ വേല ചെയ്യാൻ ദൈവം നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ. ഒന്നിച്ച് ദൈവത്തിന്റെ നാമത്തെ ഈ ദേശത്ത് മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയമെടുത്തു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, നിങ്ങൾ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷ വരം, കണ്ടോ, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലൊരു ചർച്ച തുടങ്ങിയപ്പം അവർ ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ലീഡർ ആരാ? ഞങ്ങൾ പറഞ്ഞു ഇവിടെ എല്ലാ ശുശ്രൂഷകളും ഉണ്ടാകുന്ന ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ തുടങ്ങിയുള്ളൂ. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഈ മൂലിയെല്ലാം അടിച്ചു വരി പാവിരിക്കുന്ന ആളായിരിക്കും ഞങ്ങളുടെ ലീഡർ. അയാളായിരിക്കും ക്രിസ്തുവിനെ പോലുള്ള ആൾ. അവരുടെ പുറകെ ഞങ്ങൾ എല്ലാവരും പോകും. അതാണ് ലീഡർഷിപ്പ്. ഓക്കെ. വിവിധ ഭാഷാവരം, പരിപാലന വരം, സഹായം ചെയ്യാനുള്ള വരം, രോഗശാന്തികളുടെ വരം, ഓക്കെ, ഇതെല്ലാം കൊടുത്തിരിക്കുന്നു. അപ്പൊ എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവർക്കും സഹായിക്കാനുള്ള വരവില്ല. അപ്പൊ വരം ഉള്ളവർ പ്രവർത്തിക്കുമ്പം അത് ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പൊ ഞാനൊരു ഉപദേഷ്ടാവാണ്, പക്ഷെ എനിക്ക് സുവിശേഷം പറയാം. പക്ഷെ ഞാൻ സുവിശേഷം പറയുന്നതിനേക്കാൾ എഫക്റ്റീവാണ് ഒരു സുവിശേഷകരന് വരം കിട്ടിയ ആളെന്ന് പറയുമ്പോൾ. എനിക്ക് 2 ബ്രദറൻ സുഹൃത്തുക്കളുണ്ട്, ബ്രദറൻ ചർച്ചിൽ പോകുന്ന സുഹൃത്തുക്കൾ. അദ്ദേഹം ഒരാൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. അതുകൊണ്ട് ആ ജീവിതത്തിൽ ആ ഒരു ബ്രദറൻ ചർച്ച് മാത്രമേ ഞാൻ പ്രസംഗിക്കാൻ വിളിക്കാറുള്ളൂ. കാരണം പുള്ളി എന്നോട് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു ദിവസം ഈ ബ്രദറും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ബ്രദർ, ഇത് സുവിശേഷമല്ല, ഭയങ്കര സുവിശേഷം പറഞ്ഞില്ല, എല്ലാ വീടുകളിലും ഒരു കയറി സുവിശേഷം പറഞ്ഞിരിക്കും. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഭൂതം ഇറങ്ങി. ഇപ്പൊ 2 ബ്രദർകാരാ പോയിരിക്കുന്നല്ലേ, എനിക്ക് ഭൂതങ്ങളെ കൈകാര്യം ചെയ്ത് പരിചയമില്ല. അപ്പൊ ഒരു ബ്രദർ പറഞ്ഞു, നമുക്ക് രക്ഷപ്പെടാം, ഓടാന്നു. കാരണം അവർക്ക് അറിയാൻ മേല എന്താ ചെയ്യണം. അപ്പൊ മറ്റേ ബ്രദർ പറഞ്ഞു, പാസ്റ്റർമാർ ഇതിനെ പുറത്താക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നമുക്കൊന്ന് ശാസിച്ച് പുറത്താക്കാൻ. വേണ്ട പോവാന്ന് പറഞ്ഞു. അയാൾ പറയുന്ന മൈൻഡ് ചെയ്യാതെ എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പോട്ടെ എന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ ആ സെക്കൻഡിൽ ഭൂതം പോയി. അതെന്തുകൊണ്ടാണ് പറയുന്നറിയോ? ആ സുവിശേഷകന്റെ കൃപാവരം. രോഗങ്ങളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുവാനും. അപ്പൊ ഈ സുവിശേഷം പറയുമ്പോൾ ഈ ഭൂതം തടസ്സമാണ്, സുവിശേഷം പറയുമ്പോൾ രോഗം തടസ്സമാണ്. നമുക്ക് രോഗം വന്നാലും കുഴപ്പമില്ല, കർത്താവിന്റെ അടുത്തോട്ട് പെട്ടെന്ന് പോകാം. പക്ഷെ അവിശ്വാസിക്ക് രോഗം വരുമ്പോൾ അവിടെ അവന് രോഗശാന്തി വരുമ്പോഴാണ് മനസ്സിലാകുന്നത് കർത്താവ് ജീവിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. അപ്പൊ എവിടെ രോഗശാന്തി നടക്കേണ്ടത്? സഭയ്ക്കകത്തല്ല, രോഗശാന്തി നടക്കേണ്ടത് തെരുവുകളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടില്ലാത്തടത്തുമാണ്. അതുകൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ നടക്കുന്ന അത്ഭുതങ്ങൾ ഇവിടെ നടക്കാത്തതിന്റെ കാരണം അവിടെയാണ് അതിന്റെ ആവശ്യം. നമ്മൾ കർത്താവിനെ കുറിച്ച് പാഷൻ ഉള്ളവരായിരിക്കണം. കർത്താവിന്റെ നാമം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളില് ഞരക്കം ഉണ്ടാകണം. കർത്താവ് എനിക്ക് വേണ്ടി ഇത്രയും ചെയ്ത, കർത്താവിന് വേണ്ടി ഞാൻ മരിക്കാൻ നമുക്ക് പോകാം എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സഭയിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഈ സഭ വലിയ എണ്ണത്തിൽ കൂടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വലിയ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു സംഘമായിട്ട്, ബാംഗ്ലൂരിൽ വലിയ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു സംഘമായിട്ട് മാറും. ക്രിസ്തുവിന്റെ നാമത്തെ പ്രസിദ്ധമാക്കുവാനും സാക്ഷിക്കുവാനും കർത്താവ് ഉപയോഗിക്കുന്ന ഒരു സംഘമായിട്ട് ദൈവത്തിന് ഈ സഭയെ മാറ്റുവാൻ സാധിക്കും. അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം. ഓക്കെ. പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത ആഴ്ച തൊട്ടല്ല, ഇന്ന് തൊട്ട് നമ്മൾ ആലോചിക്കണം, പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ പങ്ക് എന്താണ്, അത് കർത്താവിന് എന്ന പോലെ ശുശ്രൂഷിക്കാം. വേറെ ആളുടെ മുകളിൽ കയറാനോ അധികാരം സ്ഥാപിക്കാനല്ല, യേശുക്രിസ്തു ചെയ്തതുപോലെ ദാസ്യരൂപം എടുത്ത് ശുശ്രൂഷിക്കാനുള്ള കൃപ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഫോൺ ചെയ്ത് രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുന്നതിന് പകരം എന്തെല്ലാം ചോദിക്കാം അല്ലേ? വചനത്തിലൊരു വാക്യം വേണേൽ പ്രാർത്ഥിച്ച് ഡിസ്കസ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം, പ്രചോദിപ്പിക്കാം. പ്രകോപിപ്പിക്കരുത്, പ്രചോദിപ്പിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം അല്ലേ? അല്ലെങ്കിൽ ഒന്നു ചേർന്നൊരു പാട്ട് പാടാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സ്പിരിച്വലി എലൈവ് ആൻഡ് ആക്റ്റീവ് ആയി കഴിയുമ്പോൾ നമ്മൾ തന്നെ വളരും. നമ്മുടെ പിള്ളേർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ പാട്ട് പാടാൻ അറിയാൻ വയ്യാത്ത പിള്ളേർ ചുമ്മാ ഇരുന്ന് ഉറങ്ങുമോ?
ഓക്കെ, അപ്പൊ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക്, അത് ഈ മറ്റാൾക്കാർ കാണിക്കുന്ന പോലെയല്ല, അത് ക്രിസ്തുവിന്റെ ജീവനായി ഈ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് നമ്മുടെ സഭകളിലെല്ലാം വെളിപ്പെട്ട് വരട്ടെ. അപ്പോൾ ദൈവം കർത്താവ്, നമ്മുടെ ശിരസായ കർത്താവ് ഈ ദേശത്ത് മാനിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സുഹൃത്തുപിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുകയും സ്വന്തം പ്രാണനെ തന്നെ വെച്ചു തരാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളോടൊന്ന് കരുണ കാണിക്കുകയും ചെയ്തതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കണം. ഞങ്ങളെ ആ ചെറിയ ഒരു പങ്കെങ്കിലും കർത്താവെ അവിടെ ഞങ്ങൾക്ക് തരുന്നത് നിർവഹിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, നടക്കുവാൻ, കർത്താവ് നടന്ന തെരുവുകളിലൂടെ ഞങ്ങളുടെ സാക്ഷിയായിട്ട് നടക്കുവാൻ കർത്താവെ, ഈ സഭയിൽ കൂടി വരുന്ന ഓരോരുത്തർക്കും അതതിന്റെ ഉദവി ലഭിക്കുമാറ് ശിരസിൽ നിന്ന് പ്രാപിക്കുന്നവരായിരിക്കുവാൻ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വചനങ്ങൾ സ്വീകരിക്കാനുള്ള ശക്തിയും കൃപയും നൽകുമാറാകണമെന്ന് ഞാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമേ